ഈ സമയം ഗ്ലോറിയസ് നൂറോടെ ഫസ്റ്റ് സെഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. ട്രൂ സ്പിരിച്വാലിറ്റി എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും പരിചിതനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഷിബു പീഡികൽ വാസ്ട്രെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മള് ട്രൂ സ്പിരിച്വാലിറ്റി, അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. നമ്മൾ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ട്രൂ സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് ഒരുപാട് സ്പിരിച്വാലിറ്റി ഉണ്ട്, ഒരുപാട് സ്പിരിച്വാലിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് സ്പിരിച്വാലിറ്റി സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിൽക്കപ്പെടുന്ന ആത്മീകതയാണ്, വാണിഭമായ ആത്മീകത. മാർക്കറ്റിൽ കിട്ടാത്ത ആത്മീകത ഒന്നുമില്ല. ഒരുപാട് ആത്മീകത നമുക്ക് മാർക്കറ്റിലുണ്ട്. അപ്പൊ എന്താണ് ട്രൂ സ്പിരിച്വാലിറ്റി? നമ്മുടെ ഈ മീറ്റിങ്ങിന്റെ തന്നെ ഉദ്ദേശം അതാണ്. കുറെ നാളുകളായിട്ട് ഗ്ലോറിയസ് ഗോസ്പൽ കേട്ടിട്ടുള്ള ആളുകളും ചിലപ്പോൾ ചോദിക്കുന്ന സംശയങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അമ്പരന്ന് പോവാണ്. അപ്പൊ ഇതുവരെ എന്ത് കിട്ടിയിട്ടില്ല, ട്രൂ സ്പിരിച്വാലിറ്റി എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോയുടെ ഒരു പ്രയോഗമുണ്ട്. ഈ അയൺ എന്ന് പറഞ്ഞ അയോൺ, നമ്മൾ ഗ്ലോറിയസ് ഗോസ്പൽ കേട്ടിട്ടുള്ളവർക്ക് അയോണിയോസിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നു. ഇപ്പൊ ക്രോണോസ് ആൻഡ് അയോൺ എന്നാണ് പ്ലേറ്റോ പറഞ്ഞത്. ഈ അയോൺ എന്ന അദ്ദേഹം ഗ്രീക്കിലാണ് സംവദിച്ചത്. പിന്നീട് അത് ഇംഗ്ലീഷിൽ തർജിമ ചെയ്തപ്പോ ഈ പദം ഇറ്റേണിറ്റി എന്ന് തർജിമ ചെയ്തു. പിന്നെ നിത്യത എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നു. എന്താണ് ഈ അയോൺ എന്ന് പറഞ്ഞാൽ? ക്രോണോസ് എന്ന് പറഞ്ഞാൽ പുരോഗമനാത്മകമായ, ചലനാത്മകമായ മാറ്റം വരുന്ന ഒരു സമയത്തെയാണ് ക്രോണോസ് എന്ന് പറയുന്നത്. ഈ ക്രോണോളജിക്കൽ ഓർഡർ, ക്രോണോസ് എന്ന് പറഞ്ഞാൽ എന്താണത്? നമ്മൾ സാധാരണ അനുഭവിക്കുന്ന ആ സമയമാണ്. പക്ഷെ അയോൺ എന്ന് പറഞ്ഞാൽ അത് നിശ്ചലമായ സമയമാണ്, അത് സകലത്തെയും ഉൾക്കൊള്ളുന്നതാണ്. അതാണ് ഒരു കോൺസെപ്റ്റ്. അതെന്തല്ല, അത് മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നതല്ല, പരിണാമരഹിതമായ ഒന്ന്. അതിൻ്റെ ഒരു മനോഹാരിതയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അതേപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഇമ്മ്യൂട്ടബിൾ ഫുൾനെസ്, മ്യൂട്ടബിൾ അല്ല, ഇറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ ഫുൾനെസ്, പരിണാമരഹിതമായ ഒരു പൂർണ്ണത. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് ഇരുന്ന് ചിന്തിച്ച് അതിനിപ്പോ ഒരു ഉദാഹരണങ്ങളൊന്നും പെർഫെക്റ്റ് ആവത്തില്ല. അപ്പോ ഒരു നമ്മൾ പഴയ ഈ സിനിമയുടെ ഫിലിം പെട്ടി കണ്ടിട്ടുണ്ട്. ആ ഫിലിം പെട്ടിക്കകത്ത് ഇങ്ങനെ റീൽസ് ഉണ്ട്. ആ റീലുകൾ ഇങ്ങനെ പ്രൊജക്ടറിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓരോരോ രംഗങ്ങൾ ഇങ്ങനെ, അല്ലേ, ഇങ്ങനെ മാറി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോണോസ് എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? സിനിമ. അപ്പം അയോൺ എന്തായിരിക്കും? അയോൺ ആ ഫിലിം പെട്ടിയായിരിക്കും. ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞു ഞാൻ ഓർത്തു, പ്ലേറ്റോ എന്നെ കാണുകയാണ്, എനിക്ക് എന്തെങ്കിലും സമ്മാനം തരും. കാരണം അദ്ദേഹം പറഞ്ഞിട്ട് പലർക്കും പറ്റില്ല. എന്താണിത്? ഇത് നിങ്ങൾക്ക് മനസ്സിലായി? ഈ പണ്ട് ബസ്സിന്റെ ഒക്കെ മുകളിലിരുന്ന് ഇത് വരുന്ന കണ്ടിട്ടില്ലേ, ഫിലിം പെട്ടി? അപ്പൊ അതിനകത്ത് എന്തുണ്ട്? ഫുൾ സ്റ്റോറി ഉണ്ട്. ക്രോണോളജിക്കൽ ഓർഡറിലല്ലേ ഈ സ്റ്റണ്ടും ഈ പാട്ടും ഇങ്ങനെ അങ്ങ് പോവാം മുഴുവൻ. അപ്പൊ അത് ഓരോ സീൻ ബൈ സീനായിട്ട് നമ്മൾ കണ്ട്. പക്ഷെ പെട്ടിക്കകത്ത് മുഴുവൻ എന്ത് ഇരിക്കുക?
ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ്. വേറെ ഒരു പദമുണ്ട് കേട്ടോ, അത് കൈറോസ് എന്നാ പറയുന്നത്. കൈറോസ് കൈറോസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്ചറിങ് മോമെന്റ് ആണ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അത് അളവാണ്, മനസ്സിലായോ? ക്വാണ്ടിറ്റി ആണ്. പക്ഷെ കൈറോസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ക്വാളിറ്റിയാണ്. കൈറോസ് എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് നമുക്ക് മലയാളത്തിൽ അതിന് വേണമെങ്കിൽ അനർഘ നിമിഷം എന്നൊക്കെ വേണം തർജ്ജമ ചെയ്യാം. അനർഘ നിമിഷം, അപ്പൊ അതിന് കൈറോട്ടിക് മോമെന്റ്. കൈറോട്ടിക് മോമെന്റ്. ഇപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ കേട്ടപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് കാണും. എന്താണത്? ഒരു കൈറോട്ടിക് മോമെന്റ് എന്ന് പറഞ്ഞ ഒരു 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 മിന്നലാട്ടം പോലെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വെളിപ്പാടുണ്ടാകും. പെട്ടെന്ന് ഒരു വീടിനകത്ത് ഈ കതകും ജനലും വെന്റിലേഷനും എല്ലാം അടച്ച് ഇരുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വീടിനകത്ത് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ ജനലുകളെല്ലാം തുറക്കപ്പെടുന്നു, കതകുകൾ തുറക്കപ്പെടുന്നു, പെട്ടെന്ന് അവിടെ കാറ്റും വെളിച്ചവും കടന്നു വരുന്നു. അതുപോലത്തെ ഒരു അനുഭവം അങ്ങനെ ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? എക്സ്പീരിയൻസിങ് കൈറോട്ടിക് മൊമെന്റ്. അപ്പൊ അങ്ങനെ ഒരു കൈറോട്ടിക് മൊമെന്റിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ക്രോണോസിലൂടെ പൊക്കോണ്ടിരിക്കുന്നു. നമ്മൾ ഈ ക്രോണോസിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം ഒരിക്കലും അങ്ങനെ ഒരു കൈറോട്ടിക് മോമെന്റ് ഉണ്ടായില്ലെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൈറോട്ടിക് മോമെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്ത. അല്ല പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ നമ്മൾ ഇരിക്കത്തില്ല. അപ്പൊ നമ്മുടെ ഹൃദയത്തിൻ്റെയും ചിന്തകളുടെയും എല്ലാ വാതായനങ്ങളും ഒരു നിമിഷം കൊണ്ട് തുറക്കപ്പെടും. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെയും ചിന്തകളുടെയും വാതായനങ്ങളെല്ലാം തുറക്കപ്പെടും. ഞാൻ കഴിഞ്ഞ ദിവസം അത് ഒരു ഉദാഹരണം പറഞ്ഞത്, ഈ റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് ഒരു വിപ്ലവ ലഘുലേഖ വായിച്ചതിൻ്റെ പേര് കുറെ പേരെ അറസ്റ്റ് ചെയ്ത് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അവരെ ഡെത്ത് റോയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. 3 പേരെ വീതമാണ് വെടിവെച്ച് കൊല്ലുന്നത്. അപ്പൊ 3 പേരിങ്ങനെ നിൽക്കുന്നു, അടുത്ത സെറ്റ് 3 പേര് നിൽക്കുന്നു. ആ സെക്കൻഡിൽ അവസാനം വെറും 10 സെക്കൻഡുകൾക്ക് അകലെ മരണം നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ചക്രവർത്തിയുടെ ക്ഷമ അവിടെ വരികയാണ്. ഒരു ഭടൻ ഓടിക്കതച്ചെത്തി എല്ലാവരെയും റിലീസ് ചെയ്തിരിക്കുന്നു, ആരെ കൊല്ലണ്ടെന്ന്. നിങ്ങൾക്കറിയാം, അന്ന് 21 പേര് കൊല്ലപ്പെടാൻ വേണ്ടി തയ്യാറായി നിന്നതിൽ 15 പേർക്ക് തൽക്ഷണം ഭ്രാന്തായിപ്പോയി. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതിൽ ഒരാൾ, അന്ന് വരെ ഒരു വരി പോലും എഴുതാത്ത ഒരാൾ ഒരൊറ്റ സെക്കൻഡിൽ വലിയ സാഹിത്യകാരനായി മാറി. അയാളാണ് ഡെറ്റോസ്കി എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ. കാരണം ഒരു സെക്കൻഡ് കൊണ്ട് 1000 യുഗങ്ങളുടെ ചിന്തകൾ അദ്ദേഹത്തിന്, കാരണം മരണത്തിന് തൊട്ട് മുമ്പ് വന്നിട്ട് പെട്ടെന്ന് പുറകോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തകളെല്ലാം ഇറ്റ് വാസ് എ കൈറോട്ടിക് മൊമെന്റ്. അദ്ദേഹം പറയുകയാണ്, ഈ അദ്ദേഹത്തിന്റെ തന്നെ വാചകങ്ങളിൽ പറയുന്നത്, ഞാൻ ആ സമയത്ത് എല്ലാത്തിൻ്റെയും സൗന്ദര്യം കണ്ടു. ഒരു പുല്ലിന്റെ സൗന്ദര്യം, ഒരു പ്രഭാതത്തിന്റെ സൗന്ദര്യം, ഒരു മേഘത്തുണ്ടിന്റെ സൗന്ദര്യം, ഒരു മഞ്ഞുതുള്ളിയുടെ സൗന്ദര്യം, എല്ലാ സൗന്ദര്യത്തെയും, എല്ലാ മനുഷ്യരെയും. നമ്മൾ സൗന്ദര്യത്തെ ആസ്വദിക്കുക. അത് ഇപ്പോഴത്തെ കാലമല്ല ഞാൻ പറയുന്നത്, പഴയ കാലത്ത് പ്രവാസത്തിൽ പോയിട്ടുള്ളവർക്കറിയാം. ഈ പ്രവാസ ജീവിതം നയിച്ച ആളുകൾക്ക് നാട്ടിൽ നിന്നുള്ള ഒരു കത്ത്, നാട്ടിൽ നിന്നൊരാള് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ഞാൻ അമേരിക്കയിൽ പോയി കുറേ വർഷങ്ങൾ ഈ കാക്കയെ കണ്ടില്ല. പിന്നെ അവസാനം ഞാനൊരു കാക്ക കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിപ്പോയി. നാട്ടിൽ നിന്ന് ഒരാൾ വന്നല്ലേ. ഇതിങ്ങനെ എന്നെ നോക്കി കാന്ന് വെച്ചോ. അപ്പോൾ അത് അന്നേരം നിങ്ങൾക്കറിയാം, ഒരു ഭംഗിയില്ലാത്ത പക്ഷിയാണ്. പക്ഷെ മനസ്സിലായോ, മയിൽ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. പക്ഷെ മയിലിനെ കാണുന്നതിനേക്കാൾ എനിക്ക് ആനന്ദം എപ്പോൾ ഉണ്ടായി? കാക്കയെ കണ്ടപ്പോൾ ഉണ്ടായി. നമ്മളെ ഒട്ടും ഇഷ്ടപ്പെടാത്ത സാധന. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ,
നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതിയുടെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആസ്വദിക്കുന്നില്ല. അതിൻ്റെ കാരണം നമുക്ക് ചുറ്റും ഒരുപാട് കഥകൾ അടഞ്ഞു കിടക്കുക. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, ഒരു എക്സ്പീരിയൻസ് ചെയ്യുക. അതൊരു റെവലേഷനാണ്. ഒരു സെക്കൻഡിൽ ട്രൂ സ്പിരിച്വാലിറ്റിയുടെ കവാടങ്ങൾ എങ്ങനെയാണ് തുറക്കപ്പെടുന്നത്? ട്രൂ സ്പിരിച്വാലിറ്റിയുടെ കവാടങ്ങൾ. അതുകൊണ്ട് ഞാൻ ട്രൂ സ്പിരിച്വാലിറ്റിയെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 കാര്യങ്ങൾ. ഒന്ന്, നേച്ചർ ഓഫ് ഗോഡ്. 2, നേച്ചർ ഓഫ് എ പേഴ്സൺ. 3, നേച്ചർ ഓഫ് ജഡ്ജ്മെന്റ്. 4, നേച്ചർ ഓഫ് ഫ്രീഡം. ഈ 4 കാര്യങ്ങളിലാണ് ഇപ്പൊ ക്രിസ്തീയ ആധ്യാത്മികതയെക്കുറിച്ച് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ കൂടുതൽ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പൊ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയിൽ ആളുകളെ തെറ്റിപ്പിക്കുന്ന 4 മേഖലകൾ, കൂടുതൽ മേഖലകളുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും 4 പോയിന്റ്. ഒന്ന്, നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വഭാവം. ഗ്ലോറിയസ് ഗോസ്പൽ കേട്ടിട്ടുള്ള, പരിചയമുള്ള നിങ്ങൾക്കറിയാം. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഗോഡ്? നേച്ചർ ഓഫ് ഗോഡ് ഈസ് ലവ്. നേച്ചർ ഓഫ് ഗോഡ് ഈസ് ലവ്. ആരാണത് പറഞ്ഞത്? ആരാ പറഞ്ഞേ? യോഹന്നാൻ സ്ലീഹയാ പറഞ്ഞേ. ഇപ്പൊ നമ്മളെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം എന്താണ്? ഈ ഗ്ലോറിയസ് ഗോസ്പൽ ഭയങ്കര ദുരുപദേശം പറയുകയാണ്. മനസ്സിലായോ? ഗ്ലോറിയസ് ഗോസ്പൽ ഭയങ്കര ദുരുപദേശം. നിങ്ങൾ ഈ പല്ല് തേക്കാത്ത ആളുകളുടെ ഇടയിൽ ചെന്ന് പല്ല് തേച്ചാൽ വലിയ പ്രശ്നം. അത് സത്യമായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ പോയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ബിന്നി പോയിട്ടുണ്ട്. അല്ല, അവൻ പല്ല് തേക്കുന്ന ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാ ഉണ്ട്. പുള്ളി പെന്തക്കോസ്തിലായിരുന്നപ്പം മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ പോകുന്നു. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പം അവർ വലിയ വിഷയമാണ് പല്ല് തേക്കുന്നു. അപ്പൊ ഈ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് ഗോസ്പൽ ഇൻ ഇറ്റ്സ് പ്യുവറസ്റ്റ് ഫോം. ഇപ്പം ഈ ശുദ്ധമായ നെയ്യ്, ശുദ്ധമായ തേന്. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിലുണ്ട്. നല്ല രസമാണ്. കേരളത്തിൽ കൂടെ സഞ്ചരിക്കും, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും. ശുദ്ധമായ നെയ്യ്, ശുദ്ധമായ തേൻ എന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധമായ സുവിശേഷം എവിടെയാണ്? ഇപ്പൊ ശുദ്ധമായ സുവിശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രസന്റ് ചെയ്യുന്നത് പ്യുവറസ്റ്റ് ഫോമിൽ. ഈ ശുദ്ധമായ സുവിശേഷം റോമാ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ പ്രവിശ്യകളിലായിരുന്നു ഉണ്ടായിരുന്നത്. എവിടെയാണ് ഉണ്ടായിരുന്നത്? റോമാ സാമ്രാജ്യത്തിന്റെ പൂർവദേശത്ത്. റോമൻ സാമ്രാജ്യം 2ആയി തിരിഞ്ഞു. സാമ്രാജ്യം ഒന്നാണെങ്കിലും ആ സാമ്രാജ്യം എങ്ങനെയായിരുന്നു? 2ആയിരുന്നു. അത് പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യവുമുണ്ട്, കിഴക്കൻ റോമൻ സാമ്രാജ്യമുണ്ട്. ഈ പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമാണ് റോം. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഒറ്റ സാമ്രാജ്യമാണ്, പക്ഷെ 2 സംസ്കാരമാണ്, 2 ചിന്തകളാണ്. പലപ്പോഴും റോമൻ ചക്രവർത്തിമാർ പലരും റോമിനേക്കാൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ ഇഷ്ടപ്പെട്ടു. അതിന്റെ കാരണം അവിടുത്തെ ആളുകളുടെ ചിന്ത, സംസ്കാരം എല്ലാം വ്യത്യസ്തമായിരുന്നു. അപ്പൊ സുവിശേഷം ഒരിക്കലും അതിൻ്റെ തനിമയിൽ, അതിൻ്റെ ശുദ്ധമായ ആ ഫോമിൽ പടിഞ്ഞാറോട്ട് സ്പ്രെഡ് ചെയ്തില്ല. സുവിശേഷം ഒരിക്കലും അതിൻ്റെ പ്യുവറസ്റ്റ് ഫോമിൽ വെസ്റ്റിലേക്ക് പോയില്ല. ഈസ്റ്റിലാണ് യഥാർത്ഥത്തിൽ ഉള്ള സുവിശേഷം. ഈസ്റ്റേൺ ഫാദേഴ്സ് ആണ് യഥാർത്ഥത്തിൽ ആ സുവിശേഷത്തിന്റെ എസൻസിനെ മനസ്സിലാക്കിയത്. വെസ്റ്റിലേക്ക് വന്ന സുവിശേഷം പിന്നീട് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തത് എവിടുന്നാണ്? അതിൻ്റെ ആരംഭത്തിങ്കൽ തന്നെ മായം ചേർക്കപ്പെട്ട സുവിശേഷം ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യപ്പെട്ടു. പുസ്തകങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ,
തിയോളജികളിലൂടെ ഇങ്ങനെ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തതാണ് ഓതന്റിക് ക്രിസ്ത്യാനിറ്റി എന്നൊരു പരിവേഷം എന്തിനു വന്നു? ഈ മായം ചേർക്കപ്പെട്ട സുവിശേഷത്തിന് വന്നു. അപ്പൊ സുവിശേഷത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, യഥാർത്ഥത്തെ മനസ്സിലാക്കണമെങ്കിൽ പൗരസ്ത്യ പിതാക്കന്മാരെ പഠിക്കണം. പൗരസ്ത്യ പിതാക്കന്മാരുടെ ചിന്തകൾ പാശ്ചാത്യ സുവിശേഷകന്മാരുടെ, പാശ്ചാത്യ ദൈവശാസ്ത്രജ്ഞന്മാരുടെ കഴിവുകളെയോ സംഭാവനകളെയോ ഒന്നും കുറച്ച് കാണിക്കല്ല, പക്ഷേ അവരുടെ കോൺസെപ്റ്റ് മൊത്തം മാറിപ്പോയി. ഇന്ന് പാശ്ചാത്യ ലോകത്ത് ഈ പൗരസ്ത്യ പിതാക്കന്മാർക്ക് വലിയ സ്വീകാര്യതയും വലിയ പഠനവുമാണ്. കാരണം പാശ്ചാത്യ സുവിശേഷം, പാശ്ചാത്യ ദർശനം ഒരു പരാജയമായിരുന്നു എന്ന് അവർ അനുഭവത്തിലൂടെ മനസ്സിലാക്കി. ഇന്ന് യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു പുതിയ റിവൈവലിന്റെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾക്കറിയാം, യൂറോപ്പിൽ മതം നശിച്ചു, സഭ തളർന്നുപോയി, ക്രിസ്ത്യാനിറ്റി പരാജയപ്പെട്ടു യൂറോപ്പില്. പക്ഷെ ഇന്ന് യൂറോപ്പിൽ പുതിയ നാമ്പുകൾ പല സ്ഥലത്തും ഉണർന്നു വരുന്നത് പൗരസ്ത്യ പിതാക്കന്മാരുടെ ചിന്തകളിലാണ്. ഇപ്പോൾ യൂറോപ്പിൽ അവിടെ ആയിട്ട് പുതുനാമ്പുകൾ ഉയരുന്നത്. ഞാൻ പറഞ്ഞത് ട്രൂ സ്പിരിച്വാലിറ്റിയെ നമ്മൾ അന്വേഷിക്കും. ലോകം മുഴുവൻ ഇപ്പോൾ എന്ത് ചെയ്യാണ്? ട്രൂ സ്പിരിച്വാലിറ്റി അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനിറ്റിയുടെ പരാജയം സംഭവിച്ച, ഞാൻ പറഞ്ഞ വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയാണ്. വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ സത്യത്തെ തേടി, യാഥാർത്ഥ്യത്തെ തേടി പൗരസ്ത്യ ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. അവർ യാത്ര ചെയ്തെത്തുന്ന എവിടെയാണ്? ഒരുപാട് ഗുരുക്കന്മാരുടെ, ഈ ഭാരതത്തിലെയൊക്കെ ഒത്തിരി ഗുരുക്കന്മാര് എന്ത് ചെയ്യുന്നുണ്ട്? ആധ്യാത്മികത സെല്ല് ചെയ്യുന്നുണ്ട്. അവിടെയാണ് അപകടം. അപ്പൊ ഈ ഒരിക്കൽ ക്രിസ്ത്യാനികളായിരുന്ന സ്ഥലത്ത് നിന്നാണ് ഇവരിപ്പോ എന്ത് തേടി ഇറങ്ങിയിരിക്കുന്നത്? ട്രൂ സ്പിരിച്വാലിറ്റി തേടി ഇറങ്ങിയിട്ട് അവരെവിടെയാണ് അവസാനിക്കുന്നത്? ഈ ഭാരതത്തിലെ ഓരോ സ്ഥലങ്ങളിലും ആത്മീകത വിൽക്കുന്ന കേന്ദ്രങ്ങളിൽ, അവിടെ എന്താണ്? ഈ ഏലക്ക വിൽക്കുന്നവർക്കറിയാം, പല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അതും എന്താണ്? സെക്കൻഡ് ഗ്രേഡ് ആണ്. അപ്പൊ ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ ആത്മീക ദർശനം പൗരസ്ത്യ ക്രിസ്ത്യാനിത്വത്തിൽ ഉള്ളപ്പോൾ പലരും റോങ് സ്പിരിച്വാലിറ്റിയിൽ പോകുന്നു. ചിലർ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്, ചിലർ ഇമിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആളുകൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ആ പ്യുവർ ഗോസ്പൽ അല്ലെങ്കിൽ പ്യുവർ സ്പിരിച്വാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതാണ് നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരെ തെറ്റിപ്പോയൊരു മേഖലയാണ് നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വഭാവം. നേച്ചർ ഓഫ് ഗോഡ് ഈസ് ലവ്. നേച്ചർ ഓഫ് ഗോഡ് ഈസ് ലവ്. നമുക്ക് ഈ പുതിയ നിയമത്തില് തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ്, തിയോളജിക്കൽ ഡോക്ട്രിനൽ ഡിക്ലറേഷൻ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന ഒന്ന്, ഗോഡ് ഈസ് ലവ്. പിന്നെ ഒന്ന്, ജീസസ് ഈസ് ലോർഡ്. പിന്നെ ഒന്ന്, ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകുന്നു, ദൈവം സ്നേഹമാകുന്നു, യേശു കർത്താവാകുന്നു. ഈ 3 സ്റ്റേറ്റ്മെന്റ് ആണ് പുതിയ നിയമ പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇതില് നമ്മുടെ ഈ സഭകളുടെ ചർച്ചകളിലും പഠനങ്ങളിലും എല്ലാം വിപുലീകരിച്ചത് ജീസസ് ഈസ് ലോർഡ് എന്നുള്ള ഒറ്റ ചിന്തയാണ്. ജീസസ് ഈസ് ലോർഡ് എന്നുള്ള ഒരൊറ്റ ആപ്തവാക്യത്തെ അധികരിച്ചിട്ടുള്ള വിപുലീകരിച്ച ചിന്തകളാണ് ഹോൾ തിയോളജി. അവിടെയാണ് ചർച്ചകൾ നടന്നത്, അവിടെയാണ് സംവാദങ്ങൾ നടന്നത്, അവിടെയാണ് പഠനങ്ങളും അധ്യാപനങ്ങളും നടന്നത്. അതിനെ അധികരിച്ചാണ് വിശ്വാസ പ്രമാണങ്ങൾ രൂപപ്പെട്ടത്, അതിനെ അധികരിച്ചാണ് കൗൺസിലുകളും എല്ലാം രൂപപ്പെട്ടത്. ഏതാണ് അവർ ചർച്ച ചെയ്തത്? ജീസസ് ഈസ് ലോർഡ്.
നിങ്ങൾക്കറിയാമോ, നമുക്ക് ഘടാഘടിയന്മാരായിട്ട് വലിയ പുസ്തകങ്ങളുടെ നിരയുണ്ട്, ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ആ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ മുഴുവൻ ആറ്റിക്കുറുക്കിയാൽ ഒറ്റ വരിയിൽ എഴുതാം ജീസസ് ഈസ് ലോർഡ്. അപ്പൊ ജീസസ് ഈസ് ലോർഡ് എന്നുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിനെ വിപുലീകരിച്ചതാണ് ഏത്? മുഴുവൻ ദൈവശാസ്ത്രവും. അപ്പോ ഒരു വരി പോലും ഏതിനെ വിപുലീകരിച്ചില്ല? ഗോഡ് ഈസ് ലവ് എന്നുള്ളത് തമസ്കരിക്കപ്പെട്ടു പോയി. ജീസസ് ഈസ് ലോർഡ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തന്നെ അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് നേച്ചർ ഓഫ് ഗോഡ്. ഗോഡ് ഈസ് ലവ്. ഞാൻ ആശിച്ചു പോവാണ്, നിക്കായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും ഒക്കെ വെച്ചുണ്ടായ സൂനകദോസുകൾ പോലെ ഗോഡ് ഈസ് ലവ് എന്നുള്ള ഒരു വിഷയത്തെപ്പറ്റി പിതാക്കന്മാർ ചിന്തിച്ചിരുന്നെങ്കിൽ, ചർച്ച ചെയ്തിരുന്നെങ്കിൽ, അവർ വിശ്വാസ പ്രമാണങ്ങൾ അതിനെ അധികരിച്ച് എഴുതിയിരുന്നെങ്കിൽ ഈ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോ ആരായി? ദുരുപദേശമായി. ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്ന ആളുകളെ സംശയത്തോടെ നോക്കുക. ഗോഡ് ഈസ് ലവ് എന്നുള്ളതാണ് നേച്ചർ ഓഫ് ഗോഡ്. നേച്ചർ ഓഫ് ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹം തന്നെ. ഇതാണ് ദൈവത്തെ സംബന്ധിച്ച അപ്പോസ്തോലിക പ്രഖ്യാപനം. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. അപ്പൊ നേച്ചർ ഓഫ് ഗോഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആളുകൾ തെറ്റിപ്പോയിട്ടുള്ളത്. ദൈവത്തിന്റെ സ്വഭാവത്തിൽ സംശയം വരികയാണ്. അവന്റെ സ്വഭാവം എന്താണ്? അവനിൽ വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് എങ്ങനെയാ? ഒട്ടുമില്ല, ശകലമുണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ യോഹന്നാൻ ശ്ലീഹ എത്രയോ കൃത്യമായിട്ട് രേഖപ്പെടുത്തി, അവൻ വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അപ്പൊ അല്പം ഇരുട്ട് വേണ്ട എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ടാണ് ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ നെറ്റി ചൊളിച്ചിട്ട് അത് കുഴപ്പമില്ല, പക്ഷെ സ്നേഹം പ്ലസ് 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 ചിലതും കൂടെ ഉണ്ട് എന്ന് പറയുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നേച്ചർ ഓഫ് ഗോഡ് ഈസ് ലവ്. ദൈവത്തിന്റെ സ്വഭാവം സ്നേഹമാകുന്നു. അതുകൊണ്ടാണ് ദൈവം സ്നേഹം ആകുന്നു. നേച്ചർ ഓഫ് ഗോഡ്. ഇത് ഒരു സിമ്പിളായിട്ട് നമുക്ക് തോന്നും, പക്ഷേ മതസംവിധാനങ്ങളെയും ഹോൾ റിലീജിയസ് സിസ്റ്റത്തെ, ക്രിസ്ത്യൻ റിലീജിയസ് സിസ്റ്റം അല്ല, ഹോൾ റിലീജിയസ് സിസ്റ്റത്തെ തകിടം മറിച്ചു കളയുവാൻ, തകർത്ത് തരിപ്പണമാക്കുവാൻ കഴിവുള്ള മാരക പ്രഹരശേഷിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. 3 വാക്കുകളേ ഉള്ളൂ. ഗോഡ് ഈസ് ലവ് എന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് എല്ലാ കൺവെൻഷണൽ ചിന്തകളെയും എല്ലാ മത സംവിധാനങ്ങളെയും എല്ലാം തകർത്ത് തരിപ്പണമാക്കും. അതുകൊണ്ടാണ് ആളുകൾ അത്ര ഭയപ്പെടുന്നത്. ചിലർക്ക് അതിൻ്റെ പ്രഹരശേഷി എന്താണ്, എത്രയാണ് എന്ന് മനസ്സിലാകുന്നില്ല. മാരക പ്രഹരശേഷിയാണ് ഗോഡ് ഈസ് ലവ്. അതുകൊണ്ടാണ് അറിയാവുന്ന ആളുകൾ വളരെ തുടക്കത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അല്പം ഈ കാര്യത്തെപ്പറ്റി അവബോധമുള്ള ഒരാളോട് നിങ്ങൾ ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞു നോക്കാം, അവർ അപ്ലൈ ചെയ്തിരിക്കും. അല്ല, ദൈവസ്നേഹം മാത്രമല്ലെന്ന് വരും. അവർ വീണ്ടും പറയും നീതിമാനാണ്. ദൈവം നീതിമാനല്ലെന്ന് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ സ്നേഹമുള്ള ആൾക്ക് എന്താകാൻ പറ്റില്ല? നീതിമാനാകാൻ പറ്റില്ല. ദൈവം സ്നേഹമുള്ളവനാകുന്നു എന്നാണോ പറയുന്നത്? ദൈവം സ്നേഹമുള്ളവനല്ല, ദൈവം എന്താണ്? സ്നേഹമാണ്. ഗോഡ്, ദ വെരി എസൻസ് ഓഫ് ഗോഡ്, ദ നേച്ചർ ഓഫ് ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ അങ്ങ് ഉൽപ്പത്തി 1:1 ഒരു ആണി അടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു കെട്ടണം. ബൈബിൾ പഠനം നടത്തുന്നവര് വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തെ അവസാനത്തെ വാക്യത്തിൽ കൊണ്ടുവരും. ആണി അടിച്ചിട്ട് പോലീസിന്റെ ബാൻഡ് കെട്ടുന്നത് വലിച്ചു കെട്ടിയിട്ട് അവിടെ മുഴുവൻ ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലവ് എന്ന് തൂക്കി വെക്കണം. എന്നിട്ട് ഏത് ബൈബിൾ വാക്യമോ ഏത് ബൈബിൾ പാസേജോ വന്നാലും ഈ അളവ് നൂലിന് അപ്പുറത്തുള്ളതിന് എന്ത് ചെയ്യണം? തള്ളിക്കളയണം. അതിനിപ്പുറത്തുള്ള, കാരണം ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ്. അതാണ് നമ്മുടെ ബെഞ്ച് മാർക്ക്.
അപ്പൊ ഗോഡ് ഈസ് ലവ് എന്നുള്ള അളവുകോൽ ഉപയോഗിച്ച് തിരുവെഴുത്തുകളെ ശോധന ചെയ്യണം. തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ, ഉപദേശങ്ങളെ പഠിക്കുമ്പോൾ, ദൈവശാസ്ത്രത്തെ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട എന്താണ്? ഗോഡ് ഈസ് ലവ്. ദൈവസ്നേഹമാണ്, ഒരു മാറ്റമില്ലാത്ത കാര്യമാണ്. അപ്പൊ ചില സമയത്ത് നമുക്ക് ചില സ്ഖലിതങ്ങൾ കാണാം, ചിലപ്പോൾ ചില ഭേദഗതികൾ വന്നിട്ടുള്ളത് കാണാം, ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ദുർഗ്രഹമായ ഭാഗങ്ങൾ കാണാം. ഇവിടെയെല്ലാം പരിഹാരം എന്താണ്? പരിഹാരം ഈ പഴയ കാലത്ത് ഈ ആശാരി ഇങ്ങനെ നടന്നു വരുമ്പോൾ ആശാരിയുടെ ഒരു എന്തുണ്ട്? മുഴക്കോലുണ്ട്. ഈ മുഴക്കോലിന്റെ മാറ്റമുണ്ടോ? എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആശാരിയുടെ മുഴക്കോല് മുറിച്ചതാ, വലിയ വിഷയമായിപ്പോയത്. ആശാരിയുടെ മുഴക്കോല് മുറിച്ചു. അപ്പൊ എനിക്കറിയത്തില്ലായിരുന്നു അതിന്റെ ദോഷം എന്നാന്ന്. എൻ്റെ സഹോദരിമാരൊക്കെ ഇടിപ്പുണ്ട്, അവരോട് ചോദിച്ചാൽ അത് ഇന്റർവെൽ ആകുമ്പോൾ മുറിച്ചതാണെന്ന്. മുറിച്ചതാ, വലിയ ബഹളമായിപ്പോയി. അപ്പൊ ഈ മുഴക്കോലിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ അതിലാണല്ല, അതുകൊണ്ട് എങ്ങനെ നടക്കുന്നു. നമ്മൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരളവാണ്. അതെവിടെയാ അതിന്റെ ഏകകം ഇരിക്കുന്ന എവിടെയാ? അത് പാരീസിലാ. കണ്ടോ, അച്ഛൻ അറിയാം. പഴയ ആളുകൾക്കൊക്കെ അറിയാം. ഇത് പാരീസിൽ ഇരിപ്പുണ്ട്. പാരീസിൽ പ്ലാറ്റിനം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കും ഒരു ദണ്ട്, അതാ അളവ്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ട്, അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? നോക്കണം കറക്റ്റ് ആണോ. അപ്പൊ ഈ ബൈബിളിനകത്തൂടെ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോ നിങ്ങളുടെ കയ്യിൽ എന്ത് വെക്കണം? ഒരു വടി. കാരണം ഈ ബൈബിളാകുന്ന ഈ കാട്ടിനകത്ത് വാഴക്കൂട്ടത്തിനിടയിലൊക്കെ പാമ്പോ പഴുതാരിയൊക്കെ ഉണ്ടെങ്കിൽ ഈ വടി കൈ പിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഒരു സ്റ്റിക്ക് ഉണ്ടായിരിക്കണം. ആ യാഡ് സ്റ്റിക്ക് എന്താണ്? ആ യാഡ് സ്റ്റിക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഗോഡ് ഈസ് ലവ്. അതിനപ്പുറത്തുള്ള ഒരു സാധനം ഒറ്റ അടി കൊടുക്കുക. അപ്പൊ നമ്മൾ ഇത് മാത്രമാണ് പറയുന്നത്. എന്താണ് നേച്ചർ ഓഫ് ഗോഡ്? ഒത്തിരി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ റോങ് ആയിട്ടുള്ള ഗോസ്പൽ വിൽക്കുന്നുണ്ട്, ഒരുപാട് ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ, പേടിപ്പിക്കുന്നുണ്ട്. ഒത്തിരി ആളുകളെ പേടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ്? ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞാൽ പേടിക്കോ? അപ്പം ആളുകളെ ഒന്ന് പേടിപ്പിക്കണ്ടേ? എന്തിനാ പേടിപ്പിക്കുന്നേ? കൺട്രോൾ ചെയ്യാൻ. എന്തിനാ കൺട്രോൾ ചെയ്യുന്നേ? ചൂഷണം ചെയ്യാൻ. അപ്പൊ മതങ്ങൾ ലോകത്ത് ചെയ്യുന്നത് ആളുകളെ കൺട്രോൾ ചെയ്യുന്നു, ആളുകളെ ചൂഷണം ചെയ്യുന്നു. ഈ 2 കാര്യത്തിനും വിഘാതമായ കാര്യമാണ് ഏത്? ഗോഡ് ഈസ് ലവ്. അതുകൊണ്ട് പരമ്പരാഗതമായി മതം നടത്തുന്ന ഒരു വ്യക്തിക്കും എന്തിഷ്ടമില്ല? ദൈവത്തിന്റെ യഥാർത്ഥ നേച്ചറിനെ വെളിപ്പെടുത്തുവാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അവർ വ്യാജ ദൈവത്തെ അവതരിപ്പിക്കും. ഗോഡ് ഈസ് ലവ് എന്നുള്ള ഒന്നാമത്തെ കാര്യം, ദ നേച്ചർ ഓഫ് ഗോഡ്, ഇത് ഒത്തിരി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. സോ നമ്മൾ ഗ്ലോറിയസ് ഗോസ്പൽ പ്രൊപ്പോണന്റ് ചെയ്യുമ്പോൾ എന്താണ്? ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്. വളരെ സിമ്പിളാണ്, പക്ഷേ പവർഫുൾ ആണ്. നമ്മുടെ വിനയ് ഫോർട്ട് പറയുന്നല്ല, ജാവ ഈസ് സിമ്പിൾ ബട്ട് പവർഫുൾ. പക്ഷെ നമ്മുടെ ഇത് ഗോഡ് ഈസ് ലവ് അതെന്താണ്? പവർഫുൾ ആണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ ലോറിയുടെ പുറയിൽ എഴുതി വെക്കുമായിരുന്നു ഗോഡ് ഈസ് ലവ് എന്ന്. മിക്കവാറും ഒക്കെ മണൽ കയറ്റിയൊക്കെ ലോറി പോകുമ്പോൾ പറഞ്ഞു ഗോഡ് ഈസ് ലവ്. എല്ലായിടത്തും കാണാം. പക്ഷെ അന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് ഇത്രയും പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന എല്ലാ മതസംവിധാനങ്ങളെയും ഒറ്റ ഇടിക്ക് തകർത്ത് കളയുന്ന ഒരു പ്രഹരശേഷിയുള്ള ഒരു വാക്കാണ്. നിങ്ങൾ പറയാമോ, ഒരൊറ്റ മതമുതലാളിയും ഇത് അംഗീകരിക്കില്ല. അവർ പറയാം ഗോഡ് ഈസ് ലവ്, പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ കാര്യങ്ങൾ പറയും. അപ്പൊ ഗോഡ് ഈസ് ലവ് എന്നുള്ളതാണ് നേച്ചർ ഓഫ് ഗോഡ്. അതാണ് ഏറ്റവും അധികം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. രണ്ടാമത് ഈ നേച്ചർ ഓഫ് പേഴ്സൺ. ഹു ഈസ് എ പേഴ്സൺ? മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്തോ മനുഷ്യൻ ജീവനുള്ള അല്ലേ? മനുഷ്യൻ ആരാണ്? മനുഷ്യൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം ആരാ മനുഷ്യൻ? ആരാ മനുഷ്യൻ? ഇന്ന് നമുക്ക് 4 മണി ആവുമ്പോ നിങ്ങൾ ഇന്ന് ഈ ഗ്ലോറിയസ് ഗോസ്പലിൽ കേട്ടോണ്ടിരിക്കുന്നത് എന്താണ്? ഗദ്യ ഭാഷയിലാണ്.
നിങ്ങൾ ആ ഗ്ലോറിയസ് ഗോസ്പൽ കാവ്യ ഭാഷയിൽ എക്സ്പീരിയൻസ് ചെയ്യും. എന്താണ് ഗ്ലോറിയസ് ഗോസ്പൽ? എന്താണ് ഗ്ലോറിയസ് ഗോസ്പൽ? ഒരു മനുഷ്യൻ എന്താണ് ഷിജു? എന്താ മനുഷ്യൻ? ഹു ഇസ് എ പേഴ്സൺ? ആരാണ് ഒരു പേഴ്സൺ? നേച്ചർ ഓഫ് എ പേഴ്സൺ അറിയോ? ആരാ? അപ്പൊ എന്താണ് ഒരു പേഴ്സൺ എന്ന് പറഞ്ഞ? നമ്മൾ ഈ ഉണ്ടല്ലോ ഈ ഉൽപ്പത്തി പുസ്തകം, ഇപ്പൊ ഒത്തിരി വിവാദമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തെ പറ്റി. എന്നോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വിശ്വസിക്കുന്നുണ്ടോ? ബ്യൂട്ടിഫുൾ ഇമേജറീസ് ആണ്. ഒത്തിരി ആളുകൾ ഈ നിരീശ്വരവാദികളും ഒക്കെ കളിയാക്കുകയും പല ക്രിസ്തീയ ചെറുപ്പക്കാരും വിശ്വാസം വിട്ടച്ച് പോകാൻ തന്നെ കാരണം ഏതാ? ഈ ഉൽപ്പത്തി പുസ്തകം ആണ്. സംസാരിക്കുന്ന സർപ്പം, മണ്ണ് കുഴച്ച മനുഷ്യൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അയ്യേ. ആ ഇമേജറി എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയോ? എന്താണ് മനുഷ്യനെ എവിടെ നിന്നാണ് എടുക്കുന്നേ? എവിടുന്ന ഒച്ച പറ? മണ്ണിൽ നിന്നല്ലേ, പൊടിയിൽ നിന്ന്. അപ്പൊ മണ്ണിൽ നിന്ന് മനുഷ്യനെ എടുക്കുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന എന്നതാ? നമ്മൾ ചിന്തിക്കുന്ന ഈ കാണുന്ന ഈ മണ്ണും ഈ ഭൂമിയും ഇതൊക്കെ ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. മനുഷ്യൻ വേറെ, മണ്ണ് വേറെ, ഈ പ്രകൃതി വേറെ, കല്ല് വേറെ, ഇതെല്ലാം വേറെ വേറെ സാധനങ്ങളാണ്. പക്ഷെ നമ്മൾ വ്യത്യസ്തരാണ്. കാരണം നമ്മളും പ്രകൃതിയും ഒന്നാണോ രണ്ടാണോ? അതാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഇമേജറി. ഒന്നാമത് പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ഇതിൽ നിന്നൊന്നും എന്തല്ല, അന്യരല്ല. അയ്യോ, ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നു, പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് അന്യരല്ല. ജീവനില്ലാത്ത ഒന്നിൽ നിന്ന് ജീവനുള്ള ഒന്നിനെ ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മുടെ ഇന്ത്യക്കാരൻ ജഗദീഷ് ബോസിന് നോബൽ പ്രൈസ് കിട്ടിയത് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞതിനാണ്. ഭയങ്കര അത്ഭുതമായി പോയി. പാശ്ചാത്യര് ഞെട്ടി വിറച്ച് അവരുടെ ഒരു സമ്മാനം കൊടുത്തു, നോബൽ സമ്മാനം. ഞാൻ എപ്പോഴും ഓർക്കും, ഇന്ത്യയിൽ നിന്ന് നോബൽ സമ്മാനം കിട്ടിയ രവീന്ദ്രനാഥ ടാഗോറും ഈ JC ബോസും പറഞ്ഞത് ചേർത്ത് വെച്ചാൽ എന്ത് അത്ഭുതമാണെന്നറിയോ? അപ്പൊ ഇത് മുഴുവൻ എന്താണ്? ജീവനില്ലാത്തതല്ല, ഇതെല്ലാം ആനിമേറ്റഡ് ആണ്. നമ്മൾ അചേതന വസ്തുക്കൾ എന്ന് പറഞ്ഞ് പേര് വിളിക്കും. അചേതന വസ്തുക്കൾ, മറ്റേ സചേതന വസ്തു എന്നൊക്കെ പേരിടുന്നത്, ക്ലാസിഫൈ ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ ഈ പ്രകൃതിയുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും ഭാഗമാണ്. നമ്മൾ അതിൽ തന്നെയാണ്. നമ്മൾ അതിൽ നിന്ന് എന്തല്ല, വ്യത്യസ്തർ. ഇതൊക്കെ ബുദ്ധിമുട്ടാ കേട്ടോ, പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ പയ്യൻ പറഞ്ഞ പോലെ. അപ്പൊ ഇത് നമ്മള് പ്രകൃതിയിൽ നിന്ന് എന്തല്ല, വ്യത്യസ്തരല്ല. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള ദൈവശാസ്ത്ര പ്രബോധനങ്ങൾ അനുസരിച്ച് നമ്മൾ ആരാണ്? വി ആർ ഡിഫറെന്റ്. അപ്പൊ നമ്മൾ പ്രകൃതിയോട് എന്താണ്, ശത്രുത ഉണ്ടാകുകയാണ്. അത് അന്യതയാണ്. അതുകൊണ്ടാണ് ഒത്തിരി ആളുകളും വളരെ ക്രൂരമായിട്ട് പ്രകൃതിയോട് ഇടപെടുന്നത്, വളരെ ക്രൂരമായിട്ട്. അപ്പൊ അത് സുറിയാനി പിതാക്കന്മാരുടെ ദർശനം മനസ്സിലാകണമെങ്കിൽ ഊശാന ഞായറാഴ്ചയുടെ ശുശ്രൂഷകൾ വായിച്ചാൽ മതി. പഴയ പോലെയല്ല, പണ്ട് ഈ അച്ഛന്മാരുടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്കെല്ലാം കിട്ടും. ഈ പുസ്തകങ്ങളൊക്കെ മേടിച്ചിട്ട് വായിച്ചു നോക്കിയാൽ മതി. ഊശാന ഞായറാഴ്ചയുടെ ക്രമം നോക്കുക. പ്രകൃതിയുമായിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രകൃതിയെ. അതുകൊണ്ടാണ് പറഞ്ഞത്, തോട്ടം സൂക്ഷിക്കേണ്ടതിന്, തോട്ടത്തെ പരിപാലിക്കേണ്ടതിന് ആദമിനെ അതിനകത്താക്കി. കാരണം നീ ഇതിൽ നിന്നുള്ളതാണ്. മനുഷ്യൻ പൊടിയാകുന്നു, അവൻ പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു. അവൻ എങ്ങോട്ട് ചേരുന്നു? പൊടിയിലേക്ക് ചേരുന്നു. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് അന്യരാണോ? നേച്ചർ ഓഫ് എ പേഴ്സൺ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. എന്താ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നേ? എൻ്റെ ദേശം ഇവിടെയല്ല, നമ്മൾ വേറെ എവിടെ നിന്നോ വന്നവരാണ്, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പറന്ന് പോകാനുള്ളവരാണ്, നമ്മൾ ഇവിടെയുള്ളവരാണ് എന്ന് പറയണം.
നമുക്കെപ്പോഴും അസ്വസ്ഥതയാണ്. നമ്മൾ ഇവിടെ ഉള്ളവരല്ല എന്ന് ചിന്തിക്കുമ്പോഴേ നമ്മൾ എന്താ അന്യഥാബോധം നമ്മളെ ഭരിക്കാൻ തുടങ്ങാണ്. നമ്മൾ ഇവിടെ ഒന്നും ഉള്ളവരല്ല. അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ നമുക്ക് പറന്നു പോകണം, നമ്മളിവിടെ അല്ല, നമ്മളിവിടെ ഉള്ളവരാണ്. ശരിയാണോ? ചില ആളുകളുണ്ട് ഈ ഹോട്ടൽ മുറിയോ ലോഡ്ജ് മുറിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്ന് വൃത്തിക്കെടത്തില്ല, ക്ലീൻ ആക്കി. കാരണം നമ്മൾ ഇറങ്ങി പോവല്ലേ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു റൂമിൽ താമസിച്ചു. ഞാനത് ഇറങ്ങാൻ നേരത്ത് തുടച്ചപ്പോൾ പിന്നെ എന്നെ വഴക്ക് പറഞ്ഞു, ഞാൻ എന്തിനാ തുടയ്ക്കുന്നതെന്ന്. നമ്മൾ അല്ല പിന്നീട് ചോദിച്ചു നോക്കാം, നമ്മൾ പേടിക്കണ്ട, അതൊക്കെ അതിലേ വന്നോളൂ. നമ്മൾ ഇവിടെയുള്ളവരാണെന്ന് അറിയുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? ആശ്വാസം ഉണ്ടാകുന്നു. പിന്നെ എന്തുണ്ടാകുന്നു? റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നു, ഉത്തരവാദിത്വം ഉണ്ടാകുന്നു. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മളെ മാറ്റുന്ന നേച്ചർ ഓഫ് എ പേഴ്സൺ. ഇതിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി ആരാണ്, അവൻ എവിടുന്നാണ്, എങ്ങനെയുള്ളവനാണെന്നുള്ളതിൽ ടോട്ടലി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഈ റോങ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ഇരുട്ടിലേക്ക് പോകുന്നു. വ്യക്തി ആരാണ്? ആരാ പറ. അതാണ് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് എന്തല്ല, അന്യരല്ല. പിന്നെ നമ്മൾ ഓരോരുത്തരും അന്യരാണോ? നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇൻഡിവിജ്വലിസം. ഒരു വ്യക്തിയും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു വ്യക്തിക്കും ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യം മനുഷ്യവർഗത്തിന് മുഴുവനായിട്ട് ആണ് ആദമെന്ന് പേര് വിളിച്ചത്. നമ്മൾ ആദമെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെയാണ് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് ആദമെന്ന് പേര് വിളിച്ചത്. അതാ പറഞ്ഞ ബ്യൂട്ടിഫുൾ ഇമേജറിയാണ്. ബ്യൂട്ടിഫുൾ ഇമേജറി. ആ ചായന്റെ പേര് കുര്യൻ അല്ലേ? കുര്യൻ. ഇപ്പൊ കുര്യൻ എന്ന് പറഞ്ഞ ആരാണ്? കുര്യൻ എന്ന് പറഞ്ഞ ആരാണ്? കുര്യൻ എന്ന് പറഞ്ഞാൽ 700 കോടി ആളാണ് കുര്യൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഐഡന്റിറ്റി വളരെ പരിമിതനായ, ഏകാന്തനായ, ഒറ്റപ്പെട്ട ഒരു വ്യക്തി എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മുടെ മതത്തിന്റെ കർക്കശത. പിന്നെ നമുക്ക് വരാൻ പോകുന്ന, നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ന്യായവിധി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒറ്റയ്ക്ക് നീ എവിടെ ചെന്ന് നിൽക്കേണ്ടി വരും? നിന്റെ കാര്യം വലിയ കുഴപ്പമാണ്. പിന്നെ മനുഷ്യവർഗത്തെ ഒന്നായിട്ട് കാണുക. ആസ് എ ഹോൾ ഒന്നാണ് മനുഷ്യവർഗം, ഒന്നാണ്. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. വണ്ണസ് എന്നതിന്റെ അർത്ഥം അതാണ്, ഏകത. നമ്മൾ ഓരോരുത്തരെയും എന്താണ്, ഇപ്പൊ ഒരു മരം ഇങ്ങനെ നിൽക്കുന്നു, ഒരു മരത്തിൽ ധാരാളം പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ ഓരോ പൂവിനെയും എന്തായിട്ട് കാണുക? ഇൻഡിവിജ്വൽ ആയിട്ട്. അതോ ആ മരത്തെ കാണുകയാണോ? മനസ്സിലായോ? നമ്മൾ ഈ ഒരു മരത്തിൽ ഇങ്ങനെ പുഷ്പങ്ങൾ നിൽക്കുന്നത് പോലെ നമ്മൾ മനുഷ്യർ നിൽക്കുന്നത്. ഇപ്പൊ എവിടെയാണ് ഈ മനുഷ്യർ? ഒന്ന്. അപ്പം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നത് നമ്മൾ മാത്രമാണ്, നമ്മൾ തീരുന്നതോടെ നമ്മൾ അങ്ങനെയല്ല. ഇതൊരു മരമാണ്. ആ മരത്തിൽ പുഷ്പങ്ങൾ നിൽക്കുന്നത് പോലെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഒന്നാണ്, ഒരേ ചേതനയാണ്. അതേ ചേതനയാണ് എവിടെയുള്ളത്? ഈ പ്രപഞ്ചത്തിലുള്ള. അതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് എടുത്തു എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും നമ്മൾ വ്യത്യസ്തരല്ലെന്നുള്ളൊരു ബോധം. അപ്പൊ പേഴ്സൺ, നേച്ചർ ഓഫ് എ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ
വളരെ ഈ പോപ്പുലറായ ക്രിസ്തീയ പ്രസംഗങ്ങളിൽ മുഴുവൻ ഓരോരുത്തരെയും എന്തായിട്ടാ കാണുന്നേ? ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ചെയ്തിരിക്കും. അമ്മയിൽ നിന്ന് പോലും എന്താണ്? സെപ്പറേറ്റ് ആണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ മാതാവിൽ നിന്ന് വേർതിരിച്ച് അവതരിപ്പിക്കുന്നു. എത്ര ഹീനമായിട്ടാണ്! ഇപ്പം കർത്താവിന്റെ അമ്മയിൽ നിന്ന് കർത്താവിന് എന്ത് ചെയ്യാണ്? പറിച്ചു മാറ്റി അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ആവർത്തിച്ച് പറയുകയാണ് അങ്ങനെ ഒരു ബന്ധം ഇല്ല. ഞാനിത് കർത്താവിന്റെ അമ്മയെ കുറിച്ചല്ല പറയുന്നത്. മനുഷ്യവർഗവും ഒന്നാണ്. മനുഷ്യവർഗവും ഒന്നാണ്. ഒരൊറ്റ പേഴ്സണാണ്. സിംഗിൾ പേഴ്സൺ. മഹാമനുഷ്യൻ. അതാണ് കോർപ്പറേറ്റ് മാൻ. മഹാമനുഷ്യൻ. ഈ മനുഷ്യവർഗം മുഴുവൻ ഇവിടെ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പല മേഖലകളിൽ നിൽക്കുന്നവരാണ് നമ്മളെല്ലാം കൂടെ ചേരുമ്പോഴാണ് ആരാകുന്നത്? ആ മനുഷ്യനാകുന്നത്, ആദമാകുന്നത്. അപ്പൊ എവിടെയാണ്? അപ്പൊ ആ ഒരു ദർശനമില്ലാത്തത് കൊണ്ടാണ് ക്രിസ്തുവിൽ നിന്ന് മാതാവിനെ മാറ്റിയിട്ട് മാതാവ് വേറെയാണ്, ക്രിസ്തു വേറെയാണ്, ക്രിസ്തുവിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പറയണം നമ്മളെല്ലാം എന്താണ്? നമ്മളെല്ലാം വെവ്വേറെയാണ്, ഇൻഡിവിജ്വൽ ആണ്, സെപ്പറേറ്റഡ് ആണ്. പക്ഷെ വി ആർ നോട്ട് സെപ്പറേറ്റഡ്. വി ആർ നോട്ട് മിയർ ഇൻഡിവിജ്വൽസ്, ബട്ട് വി ആർ വൺ പേഴ്സൺ. അപ്പൊ പേഴ്സൺ ആരാണെന്നുള്ള ബോധ്യമുണ്ടാകാതെ നമുക്ക് ഒരിക്കലും യഥാർത്ഥ ദൈവശാസ്ത്രം മനസ്സിലാവില്ല, യഥാർത്ഥ സുവിശേഷം. അതുകൊണ്ടാണ് സുവിശേഷം ചോദ്യം ചെയ്യപ്പെടുന്നത്, സുവിശേഷം പരിഹസിക്കപ്പെടുന്നത്, സുവിശേഷം തിരസ്കരിക്കപ്പെടുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷം ഒരിക്കലും എന്തിനുള്ളതല്ല? തിരസ്കരിക്കപ്പെടാനുള്ളതല്ല, ചോദ്യം ചെയ്യപ്പെടാനുള്ളതല്ല, പരിഹസിക്കപ്പെടാനുള്ളതല്ല. കാരണം ദൈവത്തിന്റെ പുത്രൻ അവതരിപ്പിച്ചതാണ്. അപ്പൊ ദൈവത്തിന്റെ പുത്രൻ നേരിട്ട് വന്ന് ഒരു കാര്യം അവതരിപ്പിച്ചിട്ട് കാലത്തിന്റെ നീക്കത്തിൽ ഇതെന്തായി മാറുന്നു? പരിഹാസ്യമായി മാറുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നു, ആളുകൾ തിരസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. ഒന്നുകിൽ വന്നത് ദൈവത്തിന്റെ പുത്രൻ അല്ല, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അല്ല. രണ്ട് കാര്യമാണ് നിങ്ങൾക്ക് എടുക്കാൻ. ചോയ്സ് ഈസ് യുവേഴ്സ്. തോമസ് അച്ചാന്റെ ചോയ്സ് എന്നാ? ഈ വന്നത് ദൈവപുത്രനാണോ? അപ്പൊ അങ്ങനെയാണ് കേട്ടത്, അങ്ങേര് പറഞ്ഞല്ല. ഇത് ചോയ്സാണ്. കാരണം ഈ സുവിശേഷം ഇന്ന് ഈ ലോകത്ത് എന്ത് ചെയ്യുന്നു? പരിഹസിക്കപ്പെടുന്നു, വിമർശിക്കപ്പെടുന്നു, തിരസ്കരിക്കപ്പെടുന്നു. കാര്യകാരണ സഹിതമാണ് അവർ തിരസ്കരിക്കുന്നത്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. സുവിശേഷത്തെ തിരസ്കരിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടേതായ ലോജിക്കുണ്ട്, റീസൺ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് തിരസ്കരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ഓപ്ഷൻ പറഞ്ഞു. ഒന്ന്, പറഞ്ഞത് അദ്ദേഹം ഉദ്ദേശിച്ചായിരിക്കുകയല്ല, അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, വന്നത് ഒറിജിനൽ ആളായിരിക്കുകയല്ല. കാരണം ദൈവത്തിന്റെ പുത്രനായിട്ട് ഒരാൾ വന്ന് പറഞ്ഞാൽ ആ പറയുന്ന സന്ദേശം കാലാതിവർത്തി ആയിരിക്കണം, ടൈംലെസ് ആയിരിക്കണം. കുറെ കഴിയുമ്പോൾ പഴകിപ്പോകുന്നതോ മാറിപ്പോകുന്നതായിരിക്കത്തില്ല, ടൈംലെസ് ആയിരിക്കണം. അപ്പൊ അതിന് ആ ബ്യൂട്ടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചത്. ഒരു ലോജിക്കലായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഗോസ്പൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെ ഹോൾഡ് ചെയ്യും, ഇല്ലെങ്കിൽ തിരസ്കരിക്കും. അങ്ങനെയാണ് ഞാൻ ഈ ഗ്ലോറിയസ് ഗോസ്പൽ കണ്ടെത്തിയത്. ഇതാ ട്രൂത്ത്. ദിസ് ട്രൂത്ത് പ്രിവെയിൽസ്. കാരണം നമ്മളിത് പറയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കേൾക്കുന്ന ആളുകളെല്ലാം പറയുന്നു ദിസ് മേക്ക് സെൻസ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ധാരാളം നിരീശ്വരവാദി സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചു. അവരെല്ലാം കേട്ടിട്ട് പറഞ്ഞു ദിസ് ഈസ് മോർ കൺവിൻസിങ് ആൻഡ് ദിസ് ഈസ് ലോജിക്കൽ. ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് വലിയ ചർച്ചയും തർക്കവും ഇല്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. കാരണം എന്താണ്? ദൈവപുത്രന്റെ യഥാർത്ഥ സുവിശേഷം അതാണ്. അൺഅഡൾട്ടേർഡ് ഗോസ്പൽ, മലിനപ്പെടാത്ത സുവിശേഷം. ഇൻ ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം. ഗോസ്പൽ ഇൻ ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം. സുവിശേഷം അതിൻ്റെ തനിമയോടെ നമ്മൾ അവതരിപ്പിക്കുന്നു. ഗോസ്പൽ ഇൻ ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം. എത്ര മനോഹരമായ സുവിശേഷം! അതാണ് ഞാൻ പറഞ്ഞത്, നേച്ചർ ഓഫ് എ പേഴ്സൺ. ആദ്യം പറഞ്ഞ നേച്ചർ ഓഫ് ഗോഡ്, രണ്ട് നേച്ചർ ഓഫ് എ പേഴ്സൺ, മൂന്നാമത് പറഞ്ഞ നേച്ചർ ഓഫ് ജഡ്ജ്മെന്റ്. ഈ ജഡ്ജ്മെന്റ്, നേച്ചർ ഓഫ് ജഡ്ജ്മെന്റ്, ന്യായവിധിയുടെ സ്വഭാവം എന്താണത്?
നരകത്തിന്റെ തീയ്, നരകത്തിന്റെ തീയ്. നമ്മുടെ പൗരസ്ത്യ പിതാക്കന്മാരിൽ ഒരാൾ പറഞ്ഞത് ഉറപ്പായും ദൈവത്തിന്റെ മഹത്വമാണെന്ന്. നരകാഗ്നി എന്തിനെ കാണിക്കുന്നു? നരകാഗ്നിയുടെ ജ്വാലകൾ ദൈവത്തിന്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്നു. അതാണ് നരകത്തിന്റെ അഗ്നിജ്വാലകൾ. നൈസ്യായിലെ ഗ്രിഗോറിയോസ് പിതാവ് നരകത്തെപ്പറ്റി പ്രസംഗിക്കുന്നതിനെ പറ്റി ദൃക്സാക്ഷി വിവരണമുണ്ട്. നരകത്തെപ്പറ്റി പ്രസംഗിക്കുകയാണ് ഗ്രിഗോറിയോസ് പിതാവ്. ഗ്രിഗോറിയോസ് പിതാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാമല്ലേ, നമ്മുടെ സുറിയാനി സഭ ജനുവരി 1 ഓർമ്മ ആചരിക്കുന്ന കപ്പദോക്യൻ പിതാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് ബെസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാർ. അതിലെ ഗ്രിഗോറിയോസ് പിതാവ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം നരകത്തെ പറ്റി പറയുകയാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി ദൃക്സാക്ഷി വിവരണം കൊടുക്കുന്നതാണ്. അദ്ദേഹം നരകത്തെ പറ്റി പറഞ്ഞിട്ട്, ഈ നരകത്തിന്റെ തീയെപ്പറ്റി പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന കുസൃതിയോടുകൂടെ അവിടെ നിന്ന ആളുകളെ കണ്ണിറുക്കി കാണിച്ചെന്നാണ്. ഇങ്ങനെ സ്കോളാസ്റ്റിക് ഓഡിയൻസ് വാസ് ദേർ. എന്നിട്ട് അദ്ദേഹം തുടർന്ന് ആ നരകത്തെ പറ്റി എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പ്രസംഗിച്ചുകൊണ്ടിരുന്നു. കാരണം നരകം എന്താണെന്ന് മനസ്സിലാക്കാൻ മച്യൂരിറ്റി ഉള്ളവർ എന്ത് ചെയ്തു? അതിനെ ദൈവത്തിന്റെ ഗ്ലോറി ആയിട്ട് മനസ്സിലാക്കി. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? വളരേണ്ടിയിരിക്കുന്നു. അപ്പൊ നരകം എന്ന് പ്രതിപാദിക്കുന്ന എന്താണ്? ദൈവത്തിന്റെ മഹത്വമാണ്. ദൈവത്തിന്റെ മഹത്വമാണ്. അതെന്തിനാണ്? ശുദ്ധീകരിക്കുവാൻ. അപ്പൊ ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി, സിംപ്ലിസിറ്റി ആൻഡ് ഹ്യൂമിലിറ്റി. എന്നതാ? പ്യൂരിറ്റി, സിംപ്ലിസിറ്റി ആൻഡ് ഹ്യൂമിലിറ്റി. അല്ലാതെ റിച്വൽസും പ്രൈഡും ഒന്നുമല്ല. നമുക്കിപ്പം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉണ്ട്. ഇപ്പൊ മണ്ടാട്ടുപള്ളി പെരുന്നാൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും അവിടെ എന്ത് കൊണ്ടുപോവാണ്? നമ്മുടെ നേർച്ച വെക്കാൻ വേണ്ടി പാരമ്പര്യമായിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന ഒരു എന്തായാലും പറയുന്നത് വാർപ്പിങ്ങനെ എഴുന്നള്ളിച്ച് നമ്മൾ പോവാണ്. അപ്പൊ അതിൽ നമ്മൾ പറയാണ് പ്രൈഡാണ്. നമ്മൾ ആരാണ്? സുറിയാനി ക്രിസ്ത്യാനി. അയ്യോ എന്ത് അഭിമാനാന്നറിയോ? അല്ലെങ്കിൽ ജീച്ചാനൊക്കെ പറയാം ഞങ്ങൾ കനാനായക്കാരാണ്. ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രൈഡും അല്ല, ഒരു റിച്വലും അല്ല. ഇറ്റ് ഈസ് സിംപ്ലിസിറ്റി, പ്യൂരിറ്റി ആൻഡ് ഹ്യൂമിലിറ്റി. ഇതാണ് ട്രൂ സ്പിരിച്വാലിറ്റി. ഈ ട്രൂ സ്പിരിച്വാലിറ്റിയെ ഒരു സെക്കൻഡിൽ നമുക്ക് വെളിപ്പെടും. അതിനെയാണ് ഞാൻ കൈറോട്ടിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ. കൈറോട്ടിക് മൊമെന്റിൽ ട്രൂ സ്പിരിച്വാലിറ്റിയെ കണ്ടെത്തുന്നവർ, അതാണ് യേശു ക്രിസ്തു മലയിലെ പ്രസംഗത്തിൽ ഭാഗ്യാവസ്ഥ 8 ഭാഗ്യം അങ്ങ് വർണ്ണിക്കുകയാണ്. അതിനെ അഷ്ടഭാഗ്യങ്ങൾ എന്നല്ലേ പറയുന്നത്. കർത്താവിന്റെ പ്രസംഗം തുടങ്ങുന്നത് അങ്ങനെയാ. എന്താ? 8 ഭാഗ്യം അങ്ങ് പറയുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, പിന്നെ ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, പീഡിപ്പിക്കപ്പെടുന്നവർ. എന്ത് ഭാഗ്യമാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതാണ് ട്രൂ സ്പിരിച്വാലിറ്റിയെ കണ്ടെത്തുകയാണ്. അപ്പൊ നമ്മൾ റോങ് സ്പിരിച്വാലിറ്റി നിൽക്കുകയാണ്. അതിന്റെ ഈ ജഡ്ജ്മെന്റ് എന്താണ്? ജഡ്ജ്മെന്റിനെ പറ്റി നമുക്കുണ്ട തെറ്റായ ചിത്രം തരികയാണ്. നിന്നെ പിടിച്ച് കയ്യും കാലും കെട്ടി കൊണ്ടുപോവാണ്. ഇവിടെയാണ് ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഈ വെസ്റ്റിൽ മുഴുവനും ഒരു കോടതി മുറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു പോലീസിന്റെ ഇടിവണ്ടി അവിടെ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വിലങ്ങുകൾ അവിടെ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. തൂക്കുകയർ അവിടെ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇതെല്ലാം നിർത്തിയിട്ടാണ് ഗോസ്പൽ പ്രസംഗിക്കുന്നത്. അങ്ങനെ ഒരു ദൈവത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ദൈവമുണ്ടോ? ഒരു കഥയുണ്ട് കേട്ടോ, നമ്മുടെ പൗരസ്ത്യ പിതാക്കന്മാരെ പറ്റിയുള്ള ഈ പാരമ്പര്യമായിട്ടുള്ള കഥയാണ്. മക്കാറിയോസ് എന്ന് പറയുന്ന ഈ ഡെസേർട്ട് ഫാദർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു തലയോട്ടി വഴി കിടക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് ഈ തലയോട്ടി ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോൾ ഈ തലയോട്ടി സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ നീ ആരാണ്? ഞാനൊരു പേഗൻ പ്രീസ്റ്റ് ആയിരുന്നു, ഒരു പുറജാതി മതത്തിന്റെ പുരോഹിതനായിരുന്നു. ഞാൻ മരിച്ചിട്ടിപ്പോ വലിയ പീഡ അനുഭവിക്കുകയാണ്. ഞങ്ങളെ കുറെ പേരുണ്ട്,
ഞങ്ങളെല്ലാം ബന്ധിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കാല് വലിച്ച് 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 അങ്ങ് പാതാളത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുക. ഞങ്ങളുടെ തല വലിച്ചു വലിച്ച് 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 എവിടെ കൊണ്ട് നിർത്തിയിരിക്കുക? ആകാശത്തിന്റെ അവിടെ കൊണ്ട്. നിങ്ങളൊന്ന് ഭാവനെ കണ്ടേ, ഒരാളെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ആകാശത്തിൽ തലയും അങ്ങ് പാതാളത്തിൽ കാലുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ഒത്തിരി പേരുണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ആരുടെ മുഖം കാണാൻ പറ്റുന്നില്ല. ഞങ്ങളെല്ലാം പരസ്പരം പുറമാണ് കാണുന്നത്. അയാളുടെ പുറം കണ്ടോണ്ടിരിക്കും. ഇപ്പുറം നിൽക്കുന്നവന്റെ പുറമാണ് കാണുന്നത്. മൊത്തം അടിയിൽ നിന്ന് വലിയ തീ ഇങ്ങനെ കത്തിച്ചിരിക്കും. ഈ തീക്കകത്ത് ഞങ്ങള് പുറം മാത്രം കണ്ടിങ്ങനെ നിൽക്കുക. ഇതാണ് സ്റ്റോറി കേട്ടോ, നമ്മുടെ പാരമ്പര്യത്തിലുള്ള ഒരു സ്റ്റോറി. അപ്പൊ മക്കാറിയോസ് പിതാവിന്റെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണുനീര് കരയുകയാണ്. അപ്പം ഈ തലയോട്ട് പറയാണ്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആശ്വാസം വരുന്നുണ്ട്. കണ്ടോ? ഞാൻ ചിന്തിക്കുകയാണ്, അപ്പം ഈ മക്കാറിയോസ് എന്ന് പറയുന്ന പിതാവിനുള്ളത്തോളം പോലും കരുണ ആർക്കില്ല? ദൈവത്തിനില്ല. അപ്പൊ ഈ കഥ കേട്ടോ നിങ്ങളും അങ്ങ് ഞെട്ടി. അയ്യോ കൊള്ളാമല്ലോ. നിങ്ങൾ ഒരു സെക്കൻഡ് ഓർത്തല്ലേ ആരെയാണ്ട് തീക്കകത്ത് നിർത്തിയിട്ടുണ്ടെന്ന്. അപ്പൊ ഒരു ഇമേജറിയാണ്. എന്താണ്? മനുഷ്യന്റെ മുഖത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നോക്കാൻ പറ്റുന്നില്ല. നമ്മൾ പുറം മാത്രമേ കാണുന്നുള്ളൂ. അതാണ് പൗലോസ് പറഞ്ഞ, അന്ന് നിങ്ങൾ മുഖാമുഖം കാണും. മനുഷ്യനെ ഫേസ് ടു ഫേസ് ആയിട്ട് കാണുക, മനുഷ്യനെ കാണുക. മനുഷ്യൻ കാണുമ്പോൾ അവിടെ സ്വർഗമുണ്ടാകും. നമ്മൾ മനുഷ്യനെ കാണുന്നില്ല, അവന്റെ നീഡ്സിനെ കാണുന്നില്ല, അവനെ കാണുന്നില്ല, ആ പേഴ്സണെ കാണുന്നില്ല. നമ്മൾ എപ്പോഴും അവരുടെ പുറകു ഭാഗത്തേക്ക് നോക്കും, പുറം തിരിഞ്ഞ് നിൽക്കുകയാണ്. ആ പുറം തിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ് നരകം. അതാണ് ആ പിതാവ് പറഞ്ഞ കഥയുടെ ചുരുക്കം. അല്ലാതെ അവിടെ ആരാണ്ട് തീക്കകത്തുകൊണ്ട് ഇങ്ങനെ കത്തിച്ചിരിക്കുകയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ തീ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ജ്വാലയാണ്. ദൈവമഹത്വത്തിന്റെ ജ്വാലയാണ്. ദൈവമഹത്വത്തിന്റെ ജ്വാലയിൽ എന്താകുന്നു? മനുഷ്യനെ കാണാതെ ആ ജ്വാലയിൽ നിന്ന് നമ്മൾക്ക് മോചനമില്ല. എത്രയോ പേരിപ്പോ, ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞതാ, നമ്മൾ ആരെയും ഒക്കെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുമ്പം ഒരു ചെറിയ ആശ്വാസം കിട്ടുന്നുണ്ട്. പുള്ളി വളരെ ധനികനായ ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫ് മുഴുവൻ അദ്ദേഹം പണം സമ്പാദിക്കുക എന്നുള്ള വ്യഗ്രത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം എന്നോട് കണ്ട പറയാം, അതിപ്പോ ആരുടെ ഒരു നീടൊക്കെ കാണുമ്പോൾ എത്രയോ വർഷങ്ങൾ പോയി അദ്ദേഹത്തിന്റെ. അപ്പൊ നമ്മൾ എന്തിനെ കാണണം? പ്രകൃതിയെ കാണണം, മനുഷ്യനെ കാണണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രകൃതിയെയും കാണുന്നില്ല, മനുഷ്യനെയും കാണുന്നില്ല. അപ്പൊ പ്രകൃതിയെയും കാണാതെ മനുഷ്യനെയും കാണാതെ നമ്മൾ സ്വയം തീർത്ത തുരുത്തുകൾക്കകത്തിങ്ങനെ, ആത്മീകങ്ങൾക്കകത്തിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു കഴിഞ്ഞു? നരകം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ ഈ വാലും തലയും ദംഷ്ട്രയുമുള്ള ഈ പ്രത്യേക ജീവികൾ വന്ന് നമ്മളെ പിടിച്ചോണ്ടൊന്നും പോകണ്ട. ഒത്തിരി പേര് പ്രതീക്ഷിക്കുന്നതാണ്, മരിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പഴയ ഒരു പാട്ടുണ്ട്, ഈ മാർത്തമ്മക്കാർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു, സുനിൽ ഡോക്ടർക്കൊക്കെ അറിയാം. അത് ആ പാട്ട് എങ്ങനെയാണ്? ഓ ആ കറക്റ്റ്. അതാരാ പറഞ്ഞേ? കറക്റ്റ്. ഞാൻ അവര് ഓർത്തിരിക്കാന്ന്. അറിയോ പാട്ട്? പാടണ്ട. കാലന്റെ കോലമായി മൃത്യു വരുന്നെന്നെ കയ്യും കാലും കെട്ടിക്കൊണ്ടുപോകാൻ. സന്ധ്യക്ക് വീട്ടിൽ നിന്ന് പാടുന്ന അയ്യോ അയ്യോ എന്നുള്ള അയ്യം വിളി. അപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ആരോ എന്ത് ചെയ്യാൻ പോണ്? കെട്ടി. ഇതാണ് നമ്മൾ വാങ്ങിയ സ്പിരിച്വാലിറ്റി, നമ്മൾ വില കൊടുത്ത് വാങ്ങിയ ആധ്യാത്മിക ചിന്തയാണിത്. ഇതല്ലിത്. നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് നമ്മൾ രണ്ട് കാര്യം കണ്ടാൽ മതി. എന്താണ് കാണേണ്ടത്? നേച്ചറിനെയും ഈ പ്രകൃതിയെയും മറ്റു മനുഷ്യനെയും. അതിനാണ് ഇപ്പൊ ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ അദൃശ്യ മണ്ഡലം. അപ്പൊ ദൈവം എവിടെ ഇരിക്കുന്നേ? അദൃശ്യ മണ്ഡലത്തിൽ അങ്ങ് എത്താക്കൊമ്പത്ത് ഇരിക്കുകയാണ് ദൈവം. ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരസ്ഥനാണ്. ആരാണ് ദൂരസ്ഥൻ? അതിന് പറയുന്ന ട്രാൻസിഡന്റ്. ഗോഡ് ഈസ്
ട്രാൻസിഡന്റൽ ഗോഡ്. അങ്ങ് ദൂരസ്ഥനായ ദൈവം അവിടെ എങ്ങാണ്ടിരിപ്പുണ്ട്, അദൃശ്യനായിട്ട് കാണത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അങ്ങേര് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. റിമോട്ട് വെച്ച് അങ്ങേര് സമയാസമയങ്ങളിൽ നമുക്കിട്ട് മുടക്കമില്ലാതെ പണി തരും. അവസാനം വലിയ പണി തരും. ഇങ്ങനെ നമ്മൾ പേടിച്ചും ഭയന്നും ഇങ്ങനെ കഴിയുന്ന എവിടെയോ ഒരു ദൈവം ഇരിപ്പുണ്ട്. അതാണ് ട്രാൻസിഡന്റ് ഗോഡ്. ഈ ട്രാൻസിഡന്റ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് പദമാണ് ഇമ്മാനന്റ്. ഇമ്മാനന്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ സമീപസ്ഥനായ. അപ്പൊ ഗോഡ് ഈസ് ട്രാൻസിഡന്റ് ആണോ? ആ ട്രാൻസിഡന്റ് ആയ ഗോഡ്, അദൃശ്യനായ ദൈവം എന്തായി തീർന്നു? ദൃശ്യനായി തീരുന്നു. ദൂരസ്ഥനായ ദൈവം എന്തായി തീരുന്നു? സമീപസ്ഥനായി തീരുന്നു. ദാറ്റ് ഈസ് ക്രിസ്മസ്. അതാണ് നമ്മൾ വിഷയം. മെറി ക്രിസ്മസ്. എന്താ മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞു? കേക്ക് തിന്നാവുന്നതാണോ? അല്ല, നമ്മൾ ചിന്തിക്കുന്നതാണ് കേക്ക് തിന്നാം, പിന്നെ ബിവറേജിൽ നിന്ന് എന്തോ ദ്രാവകം കിട്ടും. അത് അല്ലെ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആശംസ എന്താണ്? എടാ പോയി, നമ്മള് ഇത്രയും നാളെ എങ്ങാണ്ടാന്ന് പറഞ്ഞ ആളിപ്പം ഇങ്ങാണ്ട് ഇതേണ്ട എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് എന്ത്? അനൻസിയേഷൻ. അതാ എത്തിയിരിക്കുന്നു, ഇപ്പം വന്നിരിക്കുന്നു. എത്ര വലിയ മെസ്സേജാണ്! കർത്താവ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അദൃശ്യനായ ദൈവം എന്തായി തീർന്നു? ദൃശ്യനായി തീർന്നു. ദൂരസ്ഥനായ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? സമീപസ്ഥനായി തീർന്നിരിക്കുന്നു. തൊടാൻ പറ്റാത്ത ദൈവത്തെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നു? തോമസ് അച്ചാന ഫിലിപ്പച്ചാനൊന്നും തൊട്ടേ, രണ്ടുപേരുടെ ഇങ്ങനെ വിട്ടേ, എല്ലാവരും അടുത്തിരിക്കുന്ന ആളൊന്നും തൊട്ടേ. യു ആർ ടച്ചിങ് ഗോഡ്. യു ആർ ടച്ചിങ് ഗോഡ്. നിങ്ങൾ ദൈവത്തെ ഇപ്പൊ തൊടുന്നേ. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചോണ്ടിരുന്ന എന്താണ്? ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങങ്ങാണ്ട് ഇടിമിന്നൽ പോലെ അങ്ങ് ദൂരെ അങ്ങാണ്ട് ഇങ്ങനെ വലിയ പ്രഹേളികയായിട്ട് എവിടെയോ ഇങ്ങനെ നിൽക്കുന്നല്ല. ഇതാണ് യൂഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ എഴുതി വെച്ചത്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ അടുത്ത് എന്ന് സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങളുടെ വിരലുകളാ ഞങ്ങൾ സ്പർശിച്ചതും ഞങ്ങളുടെ കാതുകളിൽ ഞങ്ങൾ ശ്രവിച്ചതുമായ സുവിശേഷം. ഇനി അതെങ്ങനെയാ? എങ്ങാണ്ട് ഏതാണ്ടൊന്നുമല്ല. അപ്പോ ദൈവത്തെ എന്തായി കാണുന്നു? പറഞ്ഞേ. മനുഷ്യനായി കാണുന്നു. ഇതാ സുവിശേഷം. ദിസ് ഈസ് പ്യുവർ ഗോസ്പൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സുവിശേഷം? ദൈവത്തെ ആരായി കാണുന്നു? മനുഷ്യനായി കാണുന്നു. മനുഷ്യനെ ദൈവമായി കാണുന്നതല്ല. രണ്ടും അങ്ങ് പോയി. മനസ്സിലായോ? മനുഷ്യനെ എന്തായി കാണുന്നില്ല? വ്യത്യാസം പെട്ടിട്ട്. മനുഷ്യനെ ദൈവമായി കാണുന്നതല്ല, ദൈവത്തെ മനുഷ്യനായി കാണുന്നു. ദൈവത്തെ എങ്ങനെ കാണുന്നു? മനുഷ്യരൂപത്തിൽ കാണുന്നു. ഇതാണ് ക്രിസ്ത്യൻ സുവിശേഷം. അതിനെ പൗലോസ്ലീഹ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രയോഗമുണ്ട്. എന്താണെന്നറിയോ? ഹി ഈസ് ദ ഇമേജ് ഓഫ് ഗോഡ്. Who is the image of God? Jesus. Who is the image of God? ദൈവപ്രതിമയായ ക്രിസ്തുവിനെ തന്നെ പൗലോസ് പറയുന്ന ദൈവപ്രതിമയായ ക്രിസ്തുവിനെ തന്നെ. ക്രൈസ്റ്റ് ഈസ് ദ ഇമേജ് ഓഫ് ഗോഡ്. എന്നാ ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ എന്നാ? ഇമേജ് ഓഫ് ഇന്ന് ഈ വാക്സ് മ്യൂസിയം ഉണ്ട്, അറിയോ? പണ്ടത്തെ കാലത്ത് ലണ്ടനിൽ മാത്രമേ ഉള്ളൂ, പിന്നെ പാരീസിലുണ്ട്. മാഡം ടുസൈഡ്സ് എന്ന് പറയും. മാഡം ടുസൈഡ്സ് എന്ന് പറഞ്ഞാൽ മെഴുക് പ്രതിമയാണ്. മെഴുക് പ്രതിമ ഒറിജിനാലിറ്റി. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ട്. മലയാളിയായിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടു. അന്ന് കേരളത്തിലൊന്നും കേട്ടുകേൾവി പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ മെഴുക് കൊണ്ട് പ്രതിമ ഉണ്ടാക്കി കോസ്റ്റ്യൂംസ് എല്ലാം ഇട്ട് ഒറിജിനൽ ആള് പോലെ ഇരിക്കും. എന്നിട്ട് മാഡൻ ടുസൈഡ്സിനകത്ത് കയറണ വലിയ ക്യൂ ആണോ, വലിയ പൈസ കൊടുക്കണം. ഞാൻ ലണ്ടനിൽ പോയി മാഡൻ ടുസൈഡ്സിൽ കയറി ഇങ്ങനെ ഇതെല്ലാം കണ്ട് അങ്ങ് അന്തിച്ചു. എന്തോ എല്ലാവരും നിൽക്കുന്ന കാണണം. പിന്നെ മനസ്സിലാകത്തില്ല ഇത് ഒറിജിനലാണോ. മനുഷ്യ ചരിത്രത്തിലെ പ്രമുഖർ മുഴുവൻ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ഹോളിലെല്ലാം.
കഴിഞ്ഞ വർഷം ഞങ്ങൾ ലണ്ടനിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് കാണാമെന്ന്. സുജിത് ബ്രദർ ഉണ്ട് എൻ്റെ കൂടെ, പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ ട്രിപ്പിൽ. ഞങ്ങൾ കയറി കണ്ട്. നിങ്ങൾ ഇപ്പൊ നമുക്ക് കേരളത്തിലുമായി. പണ്ട് അങ്ങനെയാണ്. ഈ മാഡൻ ഡിസൈഡ്സ് ആണ്. ഒരിക്കൽ എൻ്റെ വൈഫിന്റെ പ്രസവത്തിനോടനുബന്ധിച്ച് മദറില്ല വന്നു. ഇങ്ങനെ അങ്ങനെയാണല്ലോ, ഈ മക്കള് പ്രഗ്നന്റ് ആകുമ്പോൾ ഇങ്ങനെ അമ്മമാര് വന്ന് നോക്കും, എന്താണെന്ന് അറിയത്തില്ല. അല്ല അവരിങ്ങനെ വരുന്നു. അപ്പോൾ മദറില്ലോ എന്ത് ചെയ്യണം, മാഡൻ ഡിസൈഡ്സ് ഒന്ന് കാണിക്കണം. അതിന് എന്നോട് വൈഫ് പറഞ്ഞു ഒന്ന് കാണിക്കണം. അപ്പോൾ അവൾക്ക് വരാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അവിടെ ഈ ചെല്ലുന്നവരെ പേടിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ട്, അതിനകത്തൂടെ പോകണ്ടേ. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവരെ കയറ്റി വിടുക, അവിടെ നിയമമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഷിവിച്ചാനൊന്നും ഉണ്ടോ? ഞാൻ കൊണ്ടോ. അങ്ങനെ ഈ പുള്ളിക്കാരത്തെ കൊണ്ട് ഞാൻ പോയി. മാഡൻ ഡിസൈഡ്സിനകത്ത് കയറിയതിൽ പുള്ളിക്കാരത്തേക്ക് വലിയ സന്തോഷം. അയ്യോ ഇതൊക്കെ ആരാ, മെർലിൻ മൺറോ അല്ലേ നിൽക്കുന്നത്? അങ്ങനെ ഓരോരുത്തരും നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് നിന്ന് പടമൊക്കെ എടുത്തു. അപ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവാ. അപ്പോൾ ഒരു സാഹിബ് ഇങ്ങനെ ഒരു വൈൻ ഗ്ലാസ് പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് പുള്ളിക്കാരത്തെ അത്ഭുതപ്പെട്ടു. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ഷിബു ഇങ്ങോട്ട് നോക്കി, ഇത് കണ്ടോ എന്ത് ഒറിജിനാലിറ്റിയാണ്. അത് ഒരു ഒറിജിനൽ സാഹിബ് നിൽക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി ഞാൻ അത് എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് നടന്ന കാര്യം കേട്ടോ. അപ്പൊ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. എന്താണത്? ഇമേജ് ആണത്. അവരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അതിന് പകരം എന്ത് വെച്ചിരിക്കുക? ഇമേജ് വെച്ചിരിക്കുകയാണ്. ഇവിടെ കോട്ടയം ടൗണിന്റെ നടുക്ക് ആര് നിപ്പുണ്ട്? ഗാന്ധി നിപ്പുണ്ട്. അതിന്റെ ഇപ്പുറത്ത് PT ചാക്ക നിപ്പുണ്ട്. കോട്ടയം ടൗണിൽ വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ കാലുറയ്ക്കുന്ന 2 പേരേ ഉള്ളൂ. രണ്ട് പേരേ ഉള്ളൂ, ബാക്കിയെല്ലാം കണക്കാ. അപ്പോൾ ഇവര് ഇവിടെ നിപ്പുണ്ട്. അപ്പൊ ഞാനും കുഞ്ഞുനാളെ ഇങ്ങനെ പോകുമ്പോൾ അമ്മ എന്നോട് പറയാം, ആണ്ട്രാ ഗാന്ധി അപ്പൂപ്പൻ നിൽക്കുന്നു. ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ആരാ ഷിജു? യേശു ക്രിസ്തു. അത് 2000 വർഷം മുമ്പാണ്. ഇപ്പൊ ഇമേജ് ഓഫ് ഗോഡ് എവിടെയാ? കണ്ടോ? ഇതാണ് നമ്മളോട് ചോദിച്ചാൽ ഇമേജ് ഓഫ് ഗോഡ് ആരാണ്? അത് യേശു ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഭാവനയിൽ ഇങ്ങനെ താടിയും ഇങ്ങനെ മുടിയൊക്കെ നീട്ടിയിട്ട് എന്ത് ചെയ്യുന്നേ, ഒരു പടം വരച്ചിങ്ങനെ വെച്ചിട്ട് അതേ നോക്കുകയാണ്. ഇമേജ് ഓഫ് ഗോഡ്. ഇത് ഹരിപ്പാല ഇരിക്കുന്നു. ഹരിപ്പാല ഇപ്പുറം ഇരിക്കുന്ന അറിയോ? ഡോക്ടർ ജോർജ് ആണ്. വളരെ സീനിയർ ഡോക്ടറാണ്, റിട്ടയർഡ് ആണ്. പക്ഷെ ഒരു കുഴപ്പമില്ല, മരുന്ന് വേണം എഴുതി തരും. തിരിഞ്ഞു നോക്കി, അത് ഡോക്ടർ അങ്ങോട്ട് നോക്കി. അത് ഹരിപ്പാല വലിയ നേതാവാ. അതാണ് ഇമേജ് ഓഫ് ഗോഡ്. കണ്ടോ പോരെന്നാ ഡോക്ടർ പറയുന്നത് ഉള്ളിക്കഴിച്ച്. ഇതാണ് ഇമേജ് ഓഫ് ഗോഡ്. അതേണ്ടിരിക്കുന്ന ഒരു ഇമേജ് ഓഫ് ഗോഡ്. പക്ഷെ ഇത് ആരും പറയത്തില്ല. എന്നുവെച്ചാൽ അതേണ്ടിരിക്കുന്നു ഇമേജ് ഓഫ് ഗോഡ്. പൗലോസ് പറയുന്നത് എന്നതാ? യോഹന്നാൻ പറയുന്നത് ഫ്രം ഹിസ് ഫുൾനെസ് വി ഓൾ റിസീവ് ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അവന്റെ നിറവിൽ നിന്ന് നമ്മൾ എല്ലാവരും എന്ത് ചെയ്തു? കൃപമേൽ കൃപ പ്രാപിച്ചു. ഗ്രേസ് അപ്പോൺ ഗ്രേസ് അപ്പോൺ ഗ്രേസ് അപ്പോൺ ഗ്രേസ്. എന്തിനാണ്? പൗലോസ് പറയാണ് കൃപമേൽ കൃപ പ്രാപിച്ചു 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 നാം എല്ലാവരും ക്രിസ്തു എന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. വി ഓൾ വിൽ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ സെയിം ഇമേജ്. എന്നാ ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകാന്ന് വെച്ചു. ഇപ്പം ഞാൻ എൽദോട് ചോദിക്കാം. ഒരു ഓഫീസിൽ പോവാണ്. ഒരു ഓഫീസിൽ പോയിട്ട് നമുക്കൊരു കാര്യം നടത്താം. ഒരു ചെറിയൊരു ക്യൂ ഉണ്ട്. നമ്മളവിടെ നിൽക്കണം. അപ്പം നമുക്ക് ചെറിയ സംശയമുണ്ട്. നമുക്ക് നടത്തി ഈ പേപ്പർ കിട്ടണം. അപ്പം ആ കൗണ്ടറിൽ ഇരിക്കുന്ന ആളോട് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കൊരു ആരാധന ഭാവം തോന്നും, ഇല്ലേ? ഒരു വിധേയത്വമാണ് എനിക്ക് തോന്നാറുണ്ട്. അവരിങ്ങനെ അവിടെ വെറും ഒരു സാധാരണ ജോലിക്കാരനായിരിക്കും. പക്ഷെ അവരുടെ വിരൽത്തുമ്പലാണ് എന്ത്? നമ്മുടെ സാധനം എന്ന് പറഞ്ഞാൽ അവൻ അതിങ്ങോട്ട് തരികയാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗോഡ്. അപ്പൊ ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ദൈവത്തിന്റെ വിശ്വാസമുള്ള ആളുകൾ അല്ലെങ്കിൽ ഭക്തിയുള്ള ആളുകൾ ഇപ്പം ഭഗവതിയുടെ ഒരു രൂപം ഇരിക്കുക, അല്ലെങ്കിൽ ഒരു വിഗ്രഹം കൃഷ്ണന്റെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ഈ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നേ? തൊഴും, അല്ലേ? ഭാരതീയ സംസ്കാരത്തിൽ എന്താ ചെയ്യുന്നേ? എന്തിനാ തൊഴുന്നേ?
ഇത് ഇമേജ് ഓഫ് ഗോഡ് ആയതുകൊണ്ടാണ് തൊഴുന്നേ. അത് ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ അഭിവാദനം രീതി ഇന്ത്യയിലാണുള്ളത്. ഈ കൈപിടിച്ച് കുലുക്കുന്നോണ്ട് രോഗാണു പകരുമെന്നൊക്കെ പറഞ്ഞ് ഈ കോവിഡിന്റെ കാലത്ത് വലിയ പ്രശ്നമായിരുന്നു. അപ്പോഴും നമ്മുടെ കാര്യത്തിന് കുഴപ്പമില്ല. അത് കൈ കൂപ്പുന്നത് എന്താണ്? അത് നീ തന്നെയാണ്. മനസ്സിലായോ? ഈ ഇമേജ് ഓഫ് ഗോഡ് ആണ്. യു ആർ ദി ഇമേജ് ഓഫ് ഗോഡ്. ഞാനിവിടെ ആദ്യം ചോദിച്ചു എന്താണ് ഹൂ ഈസ് ദ ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു ജീസസ് ആണ്. നമ്മളല്ല. ആരാണ്? ഇമേജ് ഓഫ് ഗോഡ് ആരാ? അപ്പൊ നമ്മളെ ഇമേജ് ഓഫ് ഗോഡ് ആക്കാനാണ് ആര് വന്നത്? നമുക്ക് ഇന്നുവരെയും കത്തിട്ടില്ല. എൻ്റെ പൊന്നു പിന്നെ ഇത് ശരിയാകത്തില്ല കേട്ടോ. കാരണം ശരിയാണോ? അതാണ് രാവിലെ ഈ യാക്കോബാക്കാരൻ്റെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രഭാതനമസ്കാരം കഴിഞ്ഞിട്ട് ഒരുത്തനോട് വെച്ച് നീ എപ്പോഴാണ് കുർബാനയ്ക്ക് വന്നപ്പോൾ അച്ഛൻ ആ സ്പൂണും തലവണയും കൂടി ഇങ്ങോട്ട് തിരിച്ച് കാണിച്ചപ്പോഴാണ് ഞാൻ വന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അന്നേരാ വരുന്നത്. ഇതൊന്നും കേൾക്കുന്നുമില്ല, അറിയുന്നുമില്ല. അല്ലേ വിനോച്ച? ഒരു സാധനം ഉണ്ട്, അച്ഛൻ ഒരു ചെറിയ തലവണയും സ്പൂണും കൂടെ അച്ഛൻ ഇങ്ങനെ ദോസേ നോ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കാം. അന്നേരമാണ് അവൻ പള്ളിയിൽ വന്നത്. അപ്പൊ അവനെ സംബന്ധിച്ച് ഇത് അറിയുന്നില്ല. നിർമ്മലസൂ നുവിനെ അയച്ചോന ആത്താതൻ സ്തുത്യൻ ശുദ്ധൻ നിർമ്മലമാ ഉദരത്തിങ്കൽ താൻ. എല്ലാവരുടെ പാട്. ഇറങ്ങി വസിച്ചു വിശുദ്ധമായി അവനോടു തുല്യം നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കാൻ റൂഹായോടു ബന്ധി. ഒരു സെക്കൻഡ്, ഇതെന്താ? അവനോട് തുല്യം നമ്മൾ എന്താകാൻ? അവനോട് തുല്യം നാം ആകാൻ. അവൻ ആരായി? നമ്മോട് തുല്യമായി. ദിസ് ഈസ് ഗോസ്പൽ. ഇതാണ് യാക്കോബായ സുറിയാനിക്കാരന്റെ സുവിശേഷം. ഇത് തന്നെയാണ് ഓർത്തഡോക്സ് സഭയുടെ സുവിശേഷം. ഓൾമോസ്റ്റ് ഇത് തന്നെ ആയിരിക്കും മാർത്തോമക്കാരുടെ. ഞാൻ ചിന്തിക്കുകയാണ്, ഇതാണ് സുവിശേഷം. ദിസ് ഈസ് ഗോസ്പൽ. പക്ഷെ അതിന് പകരം യാക്കോബക്കാരൻ പ്രസംഗിക്കുന്നുണ്ടോ? ഓർത്തഡോക്സുകാർ പ്രസംഗിക്കുന്നുണ്ടോ? മാർത്തോമക്കാർ പ്രസംഗിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് ക്രിസ്തുമസ്? ഇത് അൺസീൻ ബിക്കേം സീൻ. ദൂരസ്ഥൻ സമീപസ്ഥനായി, അദൃശ്യൻ ദൃശ്യനായി, അസ്പർശനീയൻ സ്പർശനീയനായി അവൻ നമ്മിൽ ഒരാളായി തീർന്നു. എന്തിനാണ്? നമ്മെ നീയാണ്. ഹൂ ഈസ് ജീസസ്? സംഗുരുകളൊക്കെ പറയാം, ഹൂ ഈസ് ജീസസ്? ആരാ ജീസസ്? ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. അല്ലെ? യേശു ദൈവ പുത്രനാണ്. എൽദോ ആരാ? അതല്ലേ വി ആർ ചിൽഡ്രൻ. അതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ബിഹോൾഡ് വാട്ട് മാനർ ഓഫ് ലവ് ദ ഫാദർ ഹാസ് ഗിവൺ അൺടു us. We all are called children of God. Can we now? ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം അങ്ങനെ ആകുന്നു താനും. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ജീസസ് ഈ സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളവാ. യു ആർ ദ സൺ ഓഫ് ഗോഡ്. കിട്ടിയില്ല, അതിന് തലയ്ക്ക് മുകളിൽ കൂടെ പോയി. പ്യുവർ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2000 വർഷം മുമ്പ് യേശു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പുള്ളി സൺ ഓഫ് ഗോഡ് ആയിരുന്നു. അതുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഓടിവായോ എന്തിന്? പ്യുവർ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ യു ആർ ദ സൺ ഓഫ് ഗോഡ്. സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഒരുത്തൻ ഇങ്ങനെ പിച്ചക്കിരിപ്പുണ്ട്. 40 വയസ്സിൽ പ്രായമുണ്ട്. ജന്മനാ മുടന്തനാണ്. അവനിങ്ങനെ ഇരിക്കുകയാണ്. പത്രോസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും കൂടെ 9-ാം മണി നേരത്തെ നമസ്കാരത്തിന് വേണ്ടി യെരുശലേം ദേവാലയത്തിലോട്ട് പോകുമ്പം ഇവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ
നോക്കി. ഹി ലുക്ക് ദം ഫോർ ആംസ് എന്നാ പറഞ്ഞത്. ആംസ് എന്ന് പറഞ്ഞാൽ ഭിക്ഷയാണ്, ഭിക്ഷ. അപ്പൊ ഒരു ചിന്തകൻ എഴുതിയാണ് ഹി ലുക്ക് ഫോർ ആംസ് ബട്ട് ഹി ഗോട്ട് ലെഗ്സ് എന്നാണ്. അവൻ ആംസിന് വേണ്ടി നോക്കി അവൻ ലെഗ്സ് കിട്ടി, അവന്റെ കാലുണ്ടായി എന്ന്. അപ്പം പത്രോസ്ലി അവനോട് പറയുന്നൊരു വാചകമുണ്ട്, എന്നാന്നറിയോ? അല്ലല്ല, ആ പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല. അതിനു മുമ്പ് പത്രോസ്ലി പറയുന്നുണ്ട്, ഞങ്ങളെ സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. ലുക്ക് ആൻഡ് ടു us, ലുക്ക് ആൻഡ് ടു. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന യേശുവിനെ നോക്കൂ, യേശുവിനെ നോക്കൂ എന്ന് പറയുന്നതാണോ? എന്നെ നോക്കിക്കോ. അപ്പൊ ഒരു നീഡി പേഴ്സണെ കാണുമ്പോ പത്രോസ്ലിയ പറയാ, സഹോദരാ, യേശു നിനക്ക് വേണ്ടി മരിച്ചു, നീ യേശുവിനെ ധ്യാനിക്കൊന്നും പറഞ്ഞില്ല. അവന്റെ നീഡിന്റെ മുമ്പിൽ എന്ത് ചെയ്തില്ല? മുഖം തിരിച്ചില്ല. അവനോട് പറഞ്ഞു, നീ എന്നെ നോക്ക്. അപ്പൊ മനുഷ്യവർഗം എന്തായിത്തീരണം? പരസ്പരം നോക്കുന്നവരാ. അതാണ് നമ്മുടെ പിതാവ് കണ്ട ദർശനത്തിൽ അവരെന്താ? പുറം മാത്രമാണ് കണ്ടത്. നരകത്തിൽ എന്തേ കാണുന്നുള്ളൂ? പുറം മാത്രമേ കാണുന്നുള്ളൂ. മുഖാമുഖം കാണുന്ന അനുഭവത്തിൽ നിൽക്കുന്നതാണ് സ്വർഗം. അതാണ് പറഞ്ഞത്, ഹൂ ഈസ് ദ സൺ ഓഫ് ഗോഡ്? സൺ ഓഫ് ഗോഡ് ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു യു. നിങ്ങളുടെ തൊട്ടടുത്ത് ആര് ഇരിപ്പുണ്ട്? സൺ ഓഫ് ഗോഡ് ഇരിപ്പുണ്ട്. ഇമേജ് ഓഫ് ഗോഡ്, ഇമേജ് ഓഫ് ഗോഡ് അവിടെ ഇരിപ്പുണ്ട്. ദൈവപ്രതിമയാണ്. ഇപ്പൊ ചില ആളുകളെ ഈ നേച്ചർ ഓഫ് വേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല, നമ്മൾ ഈ ശരീരത്തിനകത്ത് വസിക്കുന്ന. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗം പറയണം. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂടാണ്. ആ കൂടിനകത്ത് ഇരിക്കുന്നതാണ് നമ്മൾ. എന്നിട്ട് ഈ കൂട് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? പറന്നു പോവും. പിടികിട്ടിയോ? Man is a soul dwelling inside the body. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ കുടുങ്ങിപ്പോയ ഒരു ആത്മാവാണ്. മനസ്സിലായോ? ആണോ? ഈ ശരീരം എന്തല്ല? നമ്മളല്ല. നമ്മളെന്ന് പറഞ്ഞ ആരാണ്? ഈ ശരീരത്തിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനല്ല കേട്ടോ, അതൊരു ക്ലാസിക്കൽ ഹെരസിയാണ്. നമ്മളെന്ന് പറഞ്ഞ ശരീരവും എല്ലാം ചേർന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശവ അടക്കിയിട്ട് ധൂപം വെക്കുന്നത്. യാക്കോബായ പാരമ്പര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സംഗതി പോയെങ്കിൽ പിന്നെ ധൂപം വെക്കണോ? ഒന്നും പിടികിട്ടിയില്ല. ഇല്ല, നമ്മൾ പറഞ്ഞേ ഇമ്മാനുവേൽ ദേവേശൻ എൽഷദായ് തനയൻ വീരൻ തല താഴ്ത്തി മരിച്ചു. നിജസാരാംശം വേർപെട്ടാൻ നിസാരമത മാനുഷമാം ജീവൻ. കണ്ടോ? അപ്പോ എന്താണ്? ആത്മം മാത്രം കുരിശിൽ കൈവിട്ടു. നിജസാരാംശം എന്ത് ചെയ്തു? പിടികിട്ടുന്നില്ല. ആത്മം മാത്രം കുരിശിൽ കൈവിട്ടു. നിജസാരാംശം എന്ത് ചെയ്തു? മേനിയിൽ നിവസിച്ചു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നേ? ഒരാളങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി, മനസ്സിലായി? സംഗുരുവിലേക്ക് മനസ്സിലായി, ഈ ബോഡിക്ക് ഇത്രയും പ്രാധാന്യം വരുന്നത് ഇതുകൊണ്ടാണ്. അവിടെ നിന്ന് ധൂപം വെക്കുന്നത് ഇതുകൊണ്ടാണ്. ഇത് ഇമേജ് ഓഫ് ഗോഡാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെയും പോയി നമ്മൾ മെഴുകുതിരി എത്തിക്കുന്നത്, പിന്നെയും പോയി പ്രാർത്ഥിക്കുന്നത്, പിന്നെയും കല്ലറയ്ക്ക് ചുറ്റും നടക്കുന്നത്. ഇതെന്ത് ഇത്രയും കാര്യം? ആ റിച്വലിനെ അല്ലെങ്കിൽ ആ അനുഷ്ഠാനത്തെ ഞാൻ ഗ്ലോറിഫൈ ചെയ്യല്ല, ആ അനുഷ്ഠാനത്തിന്റെ മഹത്വം പറയല്ല. ഈ അനുഷ്ഠാനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന, നമുക്ക് കൈമാറി തരുന്ന ആശയം ഇതാണ്. ദിസ് ഈസ് ദ ഇമേജ് ഓഫ് ഗോഡ്. അപ്പൊ നമ്മളെ എന്തിനാണ് വിളിച്ചത്? എന്തിനാണ് നമ്മളെ ആക്കിയത്? എന്താണ് ഗോസ്പൽ? വാട്ട് ഈസ് ഗോസ്പൽ? പ്യുവർ ഗോസ്പൽ. ആ പ്യുവർ ഗോസ്പൽ ആണ് നമ്മൾ പാടിയത്. എന്ത്? നിർമ്മലസൂ
നുവിനെ അയച്ചോനാം ആതാതൻ സ്തുത്യൻ ശുദ്ധൻ നിർമ്മലമാ മുദരത്തിങ്കൽ താ ഇറങ്ങി വസിച്ചു വിശുദ്ധമാ അവനോടു തുല്യം നാമാകാം നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോടു ബന്ധിച്ചിടാം. അപ്പൊ നമ്മളെ എന്താക്കുകയാണ്? ഇപ്പൊ ഈ റൂഹായോട് ബന്ധിച്ച് നമ്മളെ ഇത് പാടുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളെ ഏതാണ്ട് ആക്കാൻ പോവാണെന്ന്. അങ്ങനല്ല, നമ്മൾ അതാകുന്നു. യോഹന്നാശ്രീ എഴുതിയിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ദൈവമക്കളാകുന്നു. Behold what manner of love the Father has given unto us. Can we? നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ മേൽ വർഷിച്ചിരിക്കുന്നത്. അടുത്ത വാക്യം, നാം അങ്ങനെ ആകുന്നു. We are. You are already a child of God. ആ ബോധ്യം വരുന്നതേ ഉള്ളൂ. യു ആർ ഓൾറെഡി എ ചൈൽഡ് ഓഫ് ഗോഡ്. മനസ്സിലായോ? ഇപ്പൊ തെക്കേപ്പറമ്പിൽ കുഞ്ഞു പറയതിന്റെ മകൻ മോനാപ്പൻ, ഇങ്ങനെ വല്ല പേരുണ്ടോ എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ഇങ്ങനെ ഈ മോനാപ്പന് മന്ദബുദ്ധിയും പൊട്ടനുമാണ്. മനസ്സിലായോ? ഇവനറിയത്തില്ല മോനാപ്പനാണെന്നും ഇവൻ തെക്കേപ്പറമ്പിലെ കുഞ്ഞു പറയതിന്റെ മോനാണെന്നും ആർക്കറിയത്തില്ല. എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജയിച്ചാൻ പറയുന്നുണ്ടടാ നീ മോനാപ്പൻ. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാ ഈ ബോധമില്ലാതിരിക്കുകയാണ്. ഇവനെ പ്രത്യേകിച്ച് ഒന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവൻ എന്താണ്? ഓൾറെഡി ഹി ഈസ്, യു ആർ. അപ്പൊ അതിന്റെ ഒരു പ്രൊക്ലമേഷനാണ്. അപ്പൊ മാമോദിസ കൊടുക്കുന്ന സമയത്ത് എന്നാ പറയുന്നറിയോ? സുറിയാനി ക്രിസ്ത്യാനികളുടെ മാമോദിസ ക്രമത്തിൽ, ഞാൻ നിന്നെ മശിഹായുടെ സഹോദരനായിട്ട് മാമോദിസ. ആരായിട്ട്? യേശു ക്രിസ്തുവിന്റെ ഒരു ദാസനായിട്ട്. കർത്താവിന്റെ ദാസൻ എത്തിയിരിക്കുന്നു. അപ്പൊ യു ആർ നോട്ട് എ സ്ലേവ്, യു ആർ നോട്ട് എ സെർവന്റ്, യു ആർ ദ ബ്രദർ ഓഫ്. എപ്പോഴാ അത് കിട്ടുന്നേ? അതുകൊണ്ടാണ് ഈ മാമോദിസായിക്ക് അച്ഛൻ ഊതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പട്ടം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അൽമായൻ നടത്തുന്ന മാമോദിസ വാലിഡ് ആണെന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇത് കേട്ടോണ്ട് നാളെ തൊട്ട് നിങ്ങൾ മാമോദിസ കൊടുക്കാൻ വേണ്ടി പോയേക്കില്ല. അതങ്ങനെയുണ്ട്. രണ്ടച്ഛന്മാർ എവിടെ ഇരിക്കുന്നത്, അവരെന്നെ പിടിക്കും. അപ്പൊ കാരണം ഒന്നാം പട്ടമാണത്. പട്ടത്വത്തിന്റെ ശ്രേണിയിലെ ഒന്നാം പട്ടമാണ് എന്ത്? മാമോദിസയാണ് ഒന്നാം പട്ടം. ഈ അച്ഛനൊക്കെ പല ഘട്ടങ്ങളിൽ പട്ടം മേടിച്ച് ഇങ്ങനെ പൂർണ്ണ കശീശ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം ഒന്നാമത്തെ പട്ടം എവിടെ കിട്ടി? മാമോദിസ കിട്ടി. അതെ. അതിന് വലിയ വിവാദമാകും കേട്ടോ. അച്ചായൻ ഊണിന്റെ സമയത്ത് ഈ അച്ചായനെ പിടിച്ചോണം, ആണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അച്ചായൻ പറഞ്ഞിരിക്കുകയാണ്. അച്ചായൻ നോക്കി വെക്കുക. അടയാളം എന്നേലും കറുത്ത പേന പോക്കറ്റിൽ കുത്തിയിട്ടുണ്ട്, കറുത്ത പേന, റോസ് ഉടുപ്പ്. ബ്രേക്കിന്റെ സമയത്ത് പിടിച്ചോണം. ഇത് ഞാൻ പറഞ്ഞ ഇതാണ് ഈ യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. എവിടെയാണ്? ഓൾറെഡി എ ചൈൽഡ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് മശിഹായുടെ സഹോദരനാണ്. ഒത്തിരി ആളുകൾ എന്ന് വെച്ചാൽ യേശുവെ അപ്പ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. യേശു അപ്പ. കഴിഞ്ഞ ദിവസം നിർഭാഗ്യവശാൽ ഒരു പുരോഹിതന്റെ പ്രസംഗം യൂട്യൂബിൽ കേട്ടു. അദ്ദേഹം പറഞ്ഞ യേശു അപ്പനാന്നാണ്. യുവർ സ്റ്റാറ്റസ്, യു ആർ ദ ബ്രദർ ഓഫ് ജീസസ്, യു ആർ ദ സിസ്റ്റർ ഓഫ് ജീസസ്. ജീസസ് ഈസ് അവർ എൽഡർ ബ്രദർ.
So we are the image of God. You are the image of God. You are the son of God. You are the daughter of God. You are the image of God. അപ്പൊ എവിടെയാണ് ആളുകൾ ദൈവത്തെ കാണേണ്ടത്? ഈ തിരുവനന്തപുരത്ത് വലിയൊരു അഴിമതി നടന്നായിരുന്നു. ഒരു 5 വർഷം മുമ്പ് ഒരു പ്രതിമ ഉണ്ടാക്കി. ക്ഷമിക്കണം കേട്ടോ, ഈ ഇടതുപക്ഷ ഭരണാധികാരികൾ ചെയ്തതാണ്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പ്രതിമ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാർ അത് കണ്ടുപൊട്ടി. കാരണം ഒരു ഇതുമില്ല. ഓർക്കുന്നുണ്ടോ? അത് പത്രത്തിലൊക്കെ വലിയ വിവാദമായിരുന്നു. അതായത് ഈ വീട്ടുകാരൊക്കെ വന്ന് നോക്കിയിട്ട് ആളെ അറിയത്തില്ല, ഒരു സാമ്യം ഇല്ലെന്ന്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് ആർക്കാണ്ട് കൊട്ടേഷൻ കൊടുത്തു. 10-40 ലക്ഷം രൂപ പോയി. നോക്കിയിട്ട് എങ്ങനെ നോക്കിയിട്ടും അപ്പൊ പറഞ്ഞത് ഇങ്ങനെ സൂക്ഷിച്ച് ചെരിഞ്ഞത് ഈ ഇടത്തിൽ നിന്ന് ഇങ്ങനെ ഒന്ന് നോക്കിക്കേ, ഒരു രക്ഷയില്ല. എങ്ങനെയെല്ലാം നോക്കിയിട്ട് ഒരു സാമ്യവും തോന്നുന്നില്ല. പിന്നെ എങ്ങനെയാ? ഉണ്ടോ? നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ട് സാമ്യമുണ്ടോ? അയലക്കംകാരൻ നോക്കിയിട്ട് യേശുവിന്റെ എന്നേലും ഒരു ഉണ്ടോ? നിങ്ങൾ കാണുന്നു ഇങ്ങനെ നോക്കിയിട്ടും ദൈവം ഇതെല്ലാം തോന്നുന്നില്ല. അപ്പം യു ആർ ദ ഇമേജ് ഓഫ് ഗോഡ്. യു ബി ആൻ ഇമേജ് ഓഫ് ഗോഡ്. അപ്പൊ ആ ഇമേജ് ഇപ്പൊ എന്താ? ഡിസ്റ്റോർട്ടഡ് ഇമേജ് ആണ്. ഡിസ്റ്റോർട്ടഡ് ഇമേജ്. അപ്പൊ ഈ ഡിസ്റ്റോർട്ടഡ് ഇമേജിനെ എന്തായി തീരുകയാണ്? റിസ്റ്റോർഡ് ഇമേജ് ആക്കുകയാണ്. ദി ഇമേജ് ഇസ് ഡിസ്റ്റോർട്ടഡ്. അപ്പം എന്താണ്? റിസ്റ്റോർ ചെയ്യണം. ഞങ്ങൾ ഈ മണറാട് പള്ളിക്ക് ഒരു ITC ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീണ്ടും തൊട്ടടുത്ത് ITC. അന്ന് വലിയ സംഭവം, 700-800 പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇലക്ട്രിക്കൽ ട്രേഡ്, പ്ലംബറ്, പിന്നെ വെൽഡറ്, മെക്കാനിക്കല്, ഇലക്ട്രീഷ്യൻ, ഇങ്ങനെ പല പല ട്രേഡിൽ പിള്ളേർ പഠിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാം ഈ നീല ഉടുപ്പ്, പല കളറുള്ള ഉടുപ്പൊക്കെ ഇട്ട് വലിയ പട്ടാളം ഇറങ്ങി വരുന്നല്ലോ. ഒരു മുഴുവൻ ആമ്പിള്ളേരാണല്ലോ പഠിക്കുന്നത്. അപ്പൊ അവിടെ ഇലക്ട്രിക്കൽ ഇതുണ്ട്, ഡ്രോയിങ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഡ്രോയിങ്ങിന്റെ സാറ് പറഞ്ഞു, താഴെ പള്ളിയുടെ അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അപ്പൊ നിങ്ങളെല്ലാം പോയി അതിന്റെ ഒരു എലിവേഷൻ വരച്ചോണ്ട് വരാൻ പറഞ്ഞു. ഒരു അസൈൻമെന്റ് ആണ്. അപ്പൊ 10-40 പിള്ളേർ ഇങ്ങനെ എലിവേഷൻ വരയ്ക്കാൻ വേണ്ടി പോരും. ഓരോ ഉഴപ്പൻ ചെറുക്കനുണ്ട് അതിനകത്ത്. ഞാനെന്നാ പള്ളിക്കലുണ്ട്, വിവരമായിട്ടല്ല, എനിക്ക് നല്ല പരിചയമാണ്. ഓരോ ഉഴപ്പൻ ചെറുക്കൻ. അപ്പൊ സാറിനോട് ഒരുത്തം ചോദിച്ചു, സാറേ ഇത് എങ്ങനെയാ വരയ്ക്കേണ്ട, ഒരു മാതൃക വേണമല്ലോ. അപ്പൊ സാർ ഒരു പേപ്പർ എടുത്ത് വെച്ച് ഒരു ട്രാൻസ്ഫോമറിന്റെ എലിവേഷൻ ഇങ്ങനെ പേനെങ്കിൽ ചുമ്മാ റഫായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു. ഏകദേശം ഇങ്ങനെ വരും. അപ്പൊ അവർക്ക് അത് നോക്കിയിട്ട് അവിടെ പോയി ട്രാൻസ്ഫോമർ നോക്കി നല്ലപോലെ. പിള്ളേരെല്ലാം അവിടെ പോയി കുത്തിയിരുന്ന്. അപ്പൊ ഈ ഉഴപ്പൻ എന്ത് ചെയ്ത്, ഇതിനകത്ത് ഈ പരിപാടിയിൽ ഇടപെട്ടില്ല. ഇവൻ അതിലെ പോയി വീടിയും വലിച്ച് അതിലേക്ക് ഇറങ്ങി, ഇങ്ങനെ സോഡായൊക്കെ കുടിച്ച് കറങ്ങി. അന്നേരത്തേനും 1 മണിക്കൂർ സമയം കഴിഞ്ഞു. 1 മണിക്കൂറേ ഉള്ളൂ. ഇവരെല്ലാം തിരിച്ചു. ഇവൻ ഓടി വന്നു, എടാ എനിക്കൂടി ഒരെണ്ണം വരച്ച്, എനിക്ക് ഇവന്റെ സ്ഥിരം പരിപാടിയാണ്. അപ്പൊ ഒരു ബിരുദൻ എന്ത് ചെയ്തു, ഈ സാറ് വരച്ച സാധനം നീ ഇത് കൊടുത്തേക്കാൻ പറഞ്ഞു. ഇവൻ അറിഞ്ഞു പോലും ഒരു സാറിങ് ഇവരിതും പിടിച്ചാ പോകുന്നു. അവസാനം അവിടെ കൊണ്ട് അസൈൻമെന്റ് ഓരോരുത്തരും കൊടുത്തു. അവസാനം ഇവന്റെ ഊഴം വന്നു, ഇവൻ കൊണ്ട് കൊടുത്തത്. സാറ് നോക്കിയിട്ട്, സാറ് ഇതാര് വരച്ച? ഞാൻ വരച്ച സാറേ, ഉറപ്പായിട്ട് ഞാൻ. അന്ന് ഞങ്ങളത് പറഞ്ഞു, ഒത്തിരി ചിരിച്ചു. അപ്പൊ ഒരു ഇമേജിന് വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു മോഡൽ വേണ്ടേ? അപ്പൊ ഡിസ്റ്റോർട്ടഡ് ഇമേജ്. എങ്ങനെയാ ഡിസ്റ്റോർട്ടഡ് ആയേ? ആ ഡിസ്റ്റോർട്ടഡ് ഇമേജ് ഓഫ് ഗോഡ് ആണ് ഈ ഓൾഡ് ടെസ്റ്റമെന്റ് കാണുന്ന മുഴുവൻ. കൊല്ലുന്ന മനുഷ്യൻ, കൊല്ലാൻ കരുത്തു കൊടുക്കുന്ന ദൈവം. കൊല്ലാൻ വേണ്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അപ്പൊ കൊല്ലാൻ ദൈവം ശക്തിപ്പെടുത്തുന്നു. ഇറ്റ്സ് എ ഡിസ്റ്റോർട്ടഡ് ഇമേജ് ആണ്. തിരുവനന്തപുരത്തെ പ്രതിമ പോലെയാണ്. അപ്പൊ ഒറിജിനൽ ഇമേജ് അല്ല. അപ്പൊ മനുഷ്യൻ ഗോത്രങ്ങളായിട്ട് തിരിഞ്ഞു, പരസ്പരം കൊല്ലുന്നു, ശണ്ട നടത്തുന്നു, വഴക്ക് പിടിക്കുന്നു, ആക്രമിക്കുന്നു, അട്ടഹസിക്കുന്നു. ഇങ്ങനെ ഡിസ്റ്റോർട്ടഡ് ആയ ഇമേജിലേക്ക് എന്ത് ചെയ്തു? ഒറിജിനൽ ഇമേജ്, ഗോഡ് സെൻഡ് ഹിസ് സൺ. ദൈവം തന്റെ പുത്രനെ അയക്കുന്ന എന്താണ്? ഒറിജിനൽ എന്താണ്? ഇതാണ്, ദിസ് ഈസ് ദാറ്റ് മാൻ. ആ മനുഷ്യൻ ഇതാ. പീലാത്തോസ് പറയണം, ആ മനുഷ്യൻ. ഏത് മനുഷ്യൻ? പീലാത്തോസ് പറഞ്ഞ ആ മനുഷ്യൻ ഇതാ. അത് ഏത് മനുഷ്യനാ? നിങ്ങൾ വായിച്ചിട്ടില്ല ആ വാക്യോ? ആ മനുഷ്യൻ ഇതാ. ഏത് മനുഷ്യനാ? ഒറിജിനൽ മനുഷ്യൻ. ഒറിജിനൽ ഇമേജ് ആണ് ആ മനുഷ്യൻ. ആ മനുഷ്യൻ ഇതാ. ദിസ് ഈസ് ദാറ്റ്. ഇതാണ് ആ മനുഷ്യൻ. ആ ഇമേജിനോട് എന്ത് ചെയ്യണം? കൺഫോം ടു ദാറ്റ് ഇമേജ്. That is why God sent his son as a model. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവൻ നമുക്ക് നല്ലൊരു മാതൃക
വെച്ചിട്ട് പോയിരിക്കുന്നു. ഹീസ് അവർ മോഡൽ, ഈസ് ദ മോഡൽ, ഈസ് ദ ഇമേജ് ഓഫ് ഗോഡ്. എന്തിനാണ്? ടു മേക്ക് us ലൈക്ക് ഹിം. അവനോട് തുല്യം നാം ആകാൻ, നമ്മെ പോലെ അവനായി. നമ്മെ പോലെ അവനായത് അവനെ പോലെ ആകാനാണ്. ഹീസ് ദ ഇമേജ് ഓഫ് ഗോഡ്, ഹീസ് ദ മോഡൽ, ഹീസ് ദ റിയൽ മോഡൽ. കാരണം അതിനു മുമ്പുള്ള ഒന്നും എന്തല്ല, ട്രൂ ഇമേജ് അല്ല. അതിനു മുമ്പ് വരച്ച പടങ്ങൾ ശരിയായില്ല, അതിനു മുമ്പ് ഉണ്ടാക്കിയ രൂപങ്ങൾ ശരിയായില്ല, പ്രതിമകൾ ശരിയായില്ല. സോ ഹീസ് ദ ദൈവ പ്രതിമയാണ് ആര്? ക്രിസ്തു. ആ ദൈവപ്രതിമയോട് കൺഫേം ആകുന്ന നമ്മളും ദൈവപ്രതിമയാണ്. സോ യു ആർ ദ ഇമേജ് ഓഫ് ഗോഡ്. യു ആർ കോൾഡ് ടു ബി ആൻ ഇമേജ് ഓഫ് ഗോഡ്. ദൈവപ്രതിമയാകുവാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് യുവർ കോൾ. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. അല്ലാതെ നിങ്ങളെ അവിടെ പിടിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് പിടിച്ച് അവിടെ തൂക്കിക്കൊല്ലാനോ ന്യായം വിധിക്കാനോ തീക്കകത്തിട്ട് കത്തിക്കാനോ ഒരു ദൈവം അവിടെ ഇരിക്കുന്നില്ല. സോ ദിസ് ഈസ് ദ നേച്ചർ ഓഫ് ജഡ്ജ്മെന്റ്. എന്താണ് ജഡ്ജ്മെന്റിന്റെ നേച്ചർ? ജഡ്ജ്മെന്റിന്റെ നേച്ചർ ഗോഡ്സ് ലവ് ആൻഡ് ഗ്ലോറി. എന്താണ്? മേക്ക് us ലൈക്ക് ഹിം. നമ്മൾ എപ്പോഴും പറയുന്നതാണ് കാത്താർസിസ്, ഫോർട്ടീസിസ് ആൻഡ് തിയോസിസ്. ഗ്ലോറിയസ് ഗോസ്പൽ പതിവായിട്ട് കേൾക്കുന്നവർക്കറിയാം. കാത്താർസിസ്, നൗ യു ആർ ഇൻ കാത്താർസിസ്. കാത്താർസിസ് എന്താണ്? പ്രോസസ്സാണ്. ഫോർട്ടീസിസ് വരുമ്പോൾ എന്തുണ്ടാകുകയാണ്? കൈറോട്ടിക് മൊമെന്റ് ഉണ്ടാകുകയാണ്. നിങ്ങൾ ഇത് കാണുകയാണ്. ഒറ്റ ഗ്ലിംസ്, ഡേറ്റോസ്കി കണ്ട പോലെ നിങ്ങൾ പ്രപഞ്ചത്തെ കാണുന്നു, പ്രകൃതിയെ കാണുന്നു, എല്ലാവരെയും കാണുന്നു, അടുത്തിരിക്കുന്ന ആളുടെ സൗന്ദര്യത്തെ കാണുന്നു, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയോ ഈ കിടപ്പ് രോഗികളായ ആളുകൾ അവർ മറ്റു മനുഷ്യരെ കാണാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയോ? നമ്മൾ ആഗ്രഹമില്ല. കാരണം നമ്മൾ നടക്കുന്ന രോഗികളാണ്. നമ്മൾ നടപ്പ് രോഗികളാണ്. മറ്റേ കിടപ്പ് രോഗികളാകുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയ്യോ പോവുകയാണോ എന്നൊക്കെ ചോദിക്കും. ഭയങ്കരമായ സ്നേഹം ഉണ്ടാകുകയാണ്. ഒരു മനുഷ്യൻ ജയിലിൽ കിടന്നു. അയാള് 10-11 കൊല്ലം കഴിഞ്ഞപ്പം ഈ ജയിലിനൊരു ദ്വാരം ഉണ്ടായി. ഇരുട്ടുമുറിയാവും. പഴയ കുണ്ടറയെന്ന് പറയും. ഈ കൊല്ലം കുണ്ടറയല്ല, ഈ കുണ്ടറ. അപ്പൊ അതിനകത്തൂടെ ഇങ്ങനെ ഒരു ചെറിയ ദ്വാരത്തിൽ കൂടെ സൺലൈറ്റ് ഇങ്ങനെ വന്ന് ഈ ജയിലിന്റെ തറയെ വീഴുന്നുണ്ട്. ഒരു ചെറിയ നാണയ വലിപ്പത്തിലൊരു വെട്ടം. ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു ഉറുമ്പ് ഇങ്ങനെ പോകും ഈ വെട്ടത്തിൽ കൂടി. ഭയങ്കര അയാള് ഈ ജയിലിൽ പോയിട്ട് ഇന്നൊരു ഒരു ജീവിയും കണ്ടില്ല. ആകെ കാണുന്ന ഉറുമ്പിനെയാണ്. ഇയാൾ വിരലുകൊണ്ട് തടഞ്ഞു നിർത്തി. പിന്നെ അയാൾ പറയും ഒരു ഉറുമ്പിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ 12 കൊല്ലം വേണ്ടു. 12 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഉറുമ്പിന് എന്ത് സൗന്ദര്യമുണ്ട്. പക്ഷെ നമ്മൾ നിത്യം കാണുന്ന ഒന്നിൻ്റെ ഈ സൗന്ദര്യം നമ്മുടെ തലയ്ക്കകത്ത് കയറുന്നില്ല. കാരണം നമ്മൾ അന്ധരാക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് പൗലോസ് 2 Corinthians chapter 4 verse 4 says that for God of this world has blinded our minds so that we might not see this glory. ഈ യഥാർത്ഥ മഹത്വത്തെ കാണാതെ ഈ ലോകത്തിന്റെ പ്രഭു നമ്മുടെ ഹൃദയങ്ങളെ അന്ധമാക്കിയിരിക്കുന്നു. സോ വി കനോട്ട് സീ ദ ഗ്ലോറി, വി കനോട്ട് സീ ദ ബ്യൂട്ടി. നമ്മൾ ഇതൊന്നും കാണുന്നില്ല. ഇത് കാണാൻ കണ്ണുകളെ തുറക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും വി ആർ ദ ഇമേജ് ഓഫ് ഗോഡ് ആൻഡ് ഹീസ് ദ ഇമേജ് ഓഫ് ഗോഡ്. ഈസ് ദ ഇമേജ് ഓഫ് ഗോഡ്. എല്ലാവരും ദൈവത്തിന്റെ പ്രതിമയാണ്. ഈ പ്രപഞ്ചം എത്ര ബ്യൂട്ടിഫുൾ ആണ്. ഇതിനെ കാണുവാൻ, മനസ്സിലാക്കുവാൻ. അതാണ് നേച്ചർ ഓഫ് ജഡ്ജ്മെന്റ്. ഫൈനൽ കുറിപ്പ് നേച്ചർ ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തിന്റെ സ്വഭാവം എന്താണ്? നേച്ചർ ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ദുഷ്ടതയ്ക്ക് മറയാക്കാനല്ല. സോ അടുത്ത സെഷനിൽ ഞാൻ നേച്ചർ ഓഫ് ഫ്രീഡം പറയാം.